നമാമി ധന്വന്തരിമാതിദേവം സുരാസുരൈർവന്ദിതപാദയുഗ്മം ലോകേ ജരാരുഗ്ഭയമൃത്യുനാശം ധാതാരമീശം വിവിധൌഷധീനാം. വരാഹമൂർത്തിയുടെ കൺവെട്ടത്തു നിന്ന്, ഭദ്രകാളിയുടെ ആർദ്ര സ്പർശ സവിധത്തിൽ നിന്ന് ഈ നൈമിശാരണ്യത്തിൽ എത്തി കൂർമാവതാരത്തിൻ്റെ ബലിഷ്ഠമായ ഭൂമികയിൽ ചവിട്ടി കുതിച്ചുയർന്ന് ധന്വന്തരി ദേവൻ്റെ അമൃത കുംഭത്തിലേക്ക് എത്തി നോക്കാനുള്ള ഇന്നത്തെ ഈ അവസരത്തിന്, ഈ സുഹൃതത്തിന് ഞാൻ ലോക ചൈതന്യത്തോട് ഒരുമിച്ച് നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമങ്ങൾ. ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ സംസ്കാരത്തെ അധികരിച്ചാണ്. സംസ്കാരം കാലത്തെ അതിജീവിക്കുമ്പോൾ രാഷ്ട്രം അതിൻ്റെ വികാസത്തിൻ്റെ പൂർണ്ണ അവസ്ഥയെ പ്രാപിക്കുകയും ചെയ്യുന്നു. കാലത്തിൻ്റെ കുത്തൊഴുക്കിനെ വിജയകരമായി നേരിടാൻ സാധിച്ച, തലകുനിക്കാതെ ഇന്നും നിലനിൽക്കാൻ സാധിച്ച ലോകത്തിലെ ഒരേ ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റേത്. ആ സംസ്കാരം നിലനിന്നത് അതിൻ്റെ അന്തർദർശനങ്ങളും അതിൻ്റെ മൂല്യങ്ങളും അതിൻ്റേതായ ചിട്ടകളും താളക്രമങ്ങളും കൊണ്ടാണ്. ആ സംസ്കാരത്തിൻ്റെ മൂല്യങ്ങളെയും ദർശനങ്ങളെയും മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ജനജീവിതത്തിൽ സംസ്കാരം ലയിപ്പിച്ചു ചേർത്തത് യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ ഇതിഹാസങ്ങളും പുരാണങ്ങളുമാണ്. കഥകളിലൂടെ നന്മയുടെ മാധുര്യം ജനങ്ങളിലേക്ക് പകർന്നുകൊണ്ട് ജനങ്ങളെ ജീവിതത്തിൻ്റെ നന്മയിൽ നിന്ന് പാളം തെറ്റാതെ നടത്തിക്കൊണ്ടുപോകാൻ ഭാരതം എക്കാലവും ശ്രമിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നിന്നാണ് പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും നമ്മൾ സമീപിക്കേണ്ടത്. അതിലെ കഥകളെയും കഥാസന്ദർഭങ്ങളെയും കഥാപാത്രങ്ങളെയും നമ്മൾ വിലയിരുത്തേണ്ടത്. ഭാഗവതം വെറുമൊരു കഥയായിട്ടല്ല വ്യാസൻ തന്നെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഭാഗവത കഥാമൃതം. ഈ ഭാഗവത കഥാമൃതം പരീക്ഷത്തിന് പകർന്നു കൊടുക്കുന്ന ശുകബ്രഹ്മർഷിയോട് അമൃത പകരം തന്ന് ഭാഗവതം കൊണ്ടുപോകാനുള്ള ഒരു ചെറിയ ശ്രമം നടത്തിയ ദേവന്മാരുടെ വാക്കുകൾ നമ്മൾ ഇവിടെ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുമുണ്ട്. അപ്പോൾ അമൃതത്വത്തിലേക്ക് നയിക്കാൻ സാധാരണക്കാരനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഭാഗവത കഥ. അതിലൂടെ നമുക്ക് കിട്ടുന്ന അറിവുകൾ, തിരിച്ചറിവുകൾ. അങ്ങനെയാണ് നമ്മൾ ഭാഗവതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഈ പാലാഴി മഥനം എന്ന രംഗത്തെ പോലും സമീപിക്കുന്നത്. ഒരു കഥയെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സമീപിക്കാം. അതാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം. മറ്റ് മതങ്ങൾക്കില്ലാത്ത ഒരു സ്വാതന്ത്ര്യം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പുരാണങ്ങളെയും വ്യാഖ്യാനിക്കുന്നതിൽ ഭാരതത്തിനുണ്ട്. മറ്റ് മതങ്ങൾക്ക് ചോദ്യം ചെയ്യലുകൾ അസാധ്യമാണ്. പക്ഷെ ഇവിടെ നമുക്ക് ധ്യാനത്തിൻ്റെ മേഖലയിൽ ഒരു സന്ദർഭത്തെ സമീപിക്കാം. ജ്ഞാനത്തിൻ്റെ അവസ്ഥ വെച്ചുകൊണ്ട് സമീപിക്കാം. കർമ്മകാണ്ഡമായി ഒരു കഥാസന്ദർഭത്തെ നമുക്ക് കാണാം. സാധാരണ ഭക്തനെ ഭഗവാനിലേക്കുള്ള വഴി പറഞ്ഞുകൊടുത്ത് മധുരമായ കഥാഗതിയിലൂടെ മുന്നോട്ട് നയിക്കുന്ന ഒരു സാധാരണ കഥയായി, ഭക്തി കഥയായിട്ടും നമുക്ക് നമ്മുടെ പുരാണ കഥകളെ സമീപിക്കാം. പാലാഴി മഥനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് 6ാമത്തെ മനുവിൻ്റെ കാലഘട്ടത്തിൽ അജിതൻ എന്ന് പറയുന്ന അംശാവതാരമായ ഒരു ഈശ്വര സാന്നിധ്യത്തെയാണ്. ആ ഈശ്വര സാന്നിധ്യം, അജിതൻ എന്ന് പറയുന്ന ഈശ്വര സാന്നിധ്യം ഒരു മന്വന്തരത്തിൻ്റെ അവശ്യ ഘടകവുമാണ്. കൃത്യമായ 6 ഘടകങ്ങളുള്ള അവതാരം മനു, ദേവേന്ദ്രൻ, ഋഷിമാർ തുടങ്ങി 6 കൃത്യഘടകങ്ങളുള്ള ഒരു വ്യവസ്ഥാപിതമായ സാമൂഹ്യ രാഷ്ട്രതന്ത്രപരമായ സെറ്റപ്പാണ് യഥാർത്ഥത്തിൽ മന്വന്തരം.
അവിടെയാണ് നമ്മൾ പെർഫെക്റ്റ് ഡെമോക്രസി, യഥാർത്ഥ ജനാധിപത്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ പാലാഴി മഥനത്തിലേക്ക് കടക്കുന്നത്. അജിതൻ എന്ന് പറയുന്ന ഈശ്വര അവതാരത്തിൻ്റെ സന്ദർഭത്തിലാണ് വളരെ പ്രശസ്തമായ ഈ അമൃത മഥന കഥ ഉണ്ടാകുന്നത്. അമൃതം മൃതം എന്ന രണ്ട് വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അമൃതമുണ്ടെങ്കിൽ മൃതമുണ്ട്, മൃതമുണ്ടെങ്കിൽ അമൃതവുമുണ്ട്. അമൃതത്തിൻ്റെ ഔഷധവീര്യമുള്ള നിത്യതയെ പുൽകാൻ അനുവദിക്കുന്ന അമൃതത്വം എന്ന അർത്ഥം മാറ്റിവെച്ചാൽ അമൃതം എന്ന വാക്കിന് യാചിക്കാതെ കിട്ടിയത് എന്ന ഒരർത്ഥമുണ്ട്. മൃതം എന്ന വാക്കിന് യാചിച്ച് കിട്ടിയത് എന്നും ഒരർത്ഥമുണ്ട്. അപ്പോൾ അമൃതം യാചിക്കാതെ കിട്ടുന്നതാണ്, യാചിക്കാതെ കിട്ടുന്നത് പ്രവർത്തിച്ച് കിട്ടുന്നതാണ്. കർമ്മത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് എന്തോ അതാണ് അമൃതം. അത് കർമ്മത്തിലൂടെ മാത്രമേ, പ്രവൃത്തിയിലൂടെ മാത്രമേ, പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് ഗ്രഹിക്കാനും സാധിക്കൂ. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാനുള്ള കഴിവ് നമുക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട് താനും. ഇവിടെ തുടക്കത്തിലേ നമ്മൾ കാണുന്നത് അഹങ്കാരവും മതവും അധികാര വീഥിയിലേക്ക് കൊണ്ടുവന്ന ദേവേന്ദ്രനെയാണ്. അധികാരം കൊണ്ട് മതോന്മത്തനായ ദേവേന്ദ്രൻ തൻ്റെ ദേവത്വം പോലും മറന്ന് ദുർവാസാവിനെ നിന്ദിക്കുന്ന ഒരു ചിത്രത്തിൽ നിന്നാണ് പാലാഴി മഥനത്തിൻ്റെ തുടക്കം. അവിടെ ദുർവാസാവ് കൊടുത്ത ഒരു പൂമാല, വളരെ ദൈവീകമായ ഒരു പൂമാല, ഒരു ഉപഹാരമായി സ്വീകരിച്ചതിൻ്റെ ഗാംഭീര്യം കാണിക്കുന്നതിന് പകരം തൻ്റെ ഐരാവതം എന്ന വാഹനത്തിൻ്റെ മസ്തകത്തിൽ വെക്കുകയും യാദൃച്ഛികമായി ആ ആന അതിനെ നിലത്തിട്ട് ചവിട്ടി അരയ്ക്കുകയും ചെയ്യുകയാണ്. ദുർവാസാവിന് കോപിക്കാൻ വേറെ എവിടെയും പോണ്ട. നമ്മൾ പറയും എന്തൊക്കെ ചെയ്താലും ചിലരുടെ സ്വഭാവം മാറില്ല. ദുർവാസാവിന് കോപിക്കാതെ പറ്റില്ല. അത് അദ്ദേഹത്തിൻ്റെ ജനിതകപരമായ പ്രത്യേകതയാണ്. നിവൃത്തിയില്ല, അദ്ദേഹം ശപിക്കുകയും ചെയ്യുക. പക്ഷെ ഇവിടുന്ന് ആലോചിച്ച് നോക്കൂ, അഹങ്കാരം കൊണ്ട് ദുർവാസാവിനെ പോലെയുള്ള ഒരു മഹർഷിയെ, വരും വരായികകളെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു രാജപദവിയിലുള്ള ദേവേന്ദ്രൻ ചിന്തിക്കുന്നില്ല എന്നതാണ്. നമുക്കൊരാളൊരു ഉപഹാരം തന്നാൽ അത് തരുന്നയാളിൻ്റെ മനസ്സിനെയാണ് കാണിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഉദാരതയെയാണ് കാണിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സൗമനസ്യത്തെയാണ് കാണിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. അതിന് നമ്മൾ അർഹിക്കുന്ന വില കൊടുക്കണം. കുചേലൻ കൊണ്ടുവന്നത് ഒരു പിടി അവിലാണെങ്കിലും ശ്രീകൃഷ്ണൻ അതിന് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചത് ആദരിച്ചുകൊണ്ടാണ്, സ്നേഹിച്ചുകൊണ്ടാണ്. ഇവിടെ ദേവേന്ദ്രൻ സ്വയം മറക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഓർക്കാറുണ്ട്, കഴിഞ്ഞ ഒരു ദിവസം ഒരു ചെട്ടിക്കുളങ്ങരയിൽ ഒരു പ്രഭാഷണത്തിന് പോയപ്പോൾ ഒരു പൊന്നാടയിട്ടു. അവിടെ ഒരു വീട്ടിൽ പോയിട്ട് ഞാൻ ഈ പൊന്നാട മുണ്ട് മടക്കിയിട്ട് ബാഗിൽ വെക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു 85 വയസ്സായ ഒരു അമ്മയുണ്ട്. അപ്പോൾ ആ അമ്മ ഇതിങ്ങനെ കാണുമ്പോൾ എന്നോട് പറഞ്ഞു, ടീച്ചറെ 4 ആളുടെ മുന്നിൽ ഇങ്ങനത്തെ ഒരു മുണ്ട് പുതയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ദൈവാനുഗ്രഹമാണ്, അത് മറക്കരുതിട്ടു എന്ന്. എനിക്ക് ഈ ദേവേന്ദ്രൻ്റെ മാലയുടെ കാര്യം ഓർത്തപ്പോൾ അതാണ് എൻ്റെ മനസ്സിൽ ആദ്യം വന്നത്. അതാണ്, ആ ഒരു വികാരം കാണിച്ചില്ല ദേവേന്ദ്രൻ അഹങ്കാരം കൊണ്ട്. അതുകൊണ്ട് നിശ്രീക, അശ്രീകരമായി മാറാനുള്ള ഒരു ശാപമാണ് അല്ലെ, നിശ്രീകനായിട്ട് ശ്രീത്വമില്ലാത്തൊരവസ്ഥയിലേക്ക്, ഐശ്വര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ അത് പതനമാണ്. ഇത് ദേവേന്ദ്രൻ്റെ പതനം യഥാ രാജ തഥാ പ്രജ എന്ന് പറഞ്ഞതുപോലെ ഭരണാധികാരിയുടെ പതനം രാഷ്ട്രത്തെ ഒരുമിച്ച്, രാജ്യത്തെ ജനതയെ ഒരുമിച്ച് ബാധിക്കുകയും ദേവന്മാര് ഒരു പതനാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യാണ്. അസുരാഘാതത്തിൻ്റെ മുന്നിൽ പരാജിതരായി തലകുനിച്ച് അപമാനിതരായി മാറുകയും ചെയ്യേണ്ടി വരികയാണ്. ഒരു വളരെ നിസ്സാരമായ കാര്യം. ദേവത്വത്തിൻ്റെ 6ാം പടിയിലേക്ക് ഉയരാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദേവന്മാര്, ഈശ്വര ചൈതന്യത്തിൻ്റെ തൊട്ടടുത്തേക്ക് കടന്നിരിക്കാൻ കഴിയുന്നവരാണ് ദേവന്മാർ. അവർ പക്ഷേ ഈ പാമ്പും കോണിയും കഴിച്ചാലേ 92 പോയ ഇടയ്ക്ക് 0 വീഴും. അതുപോലെ ആ മോളിൽ നിന്ന് താഴത്തേക്ക് ഒരു ചാട്ടമാണ്. ആ വീഴ്ച സ്വാഭാവികമായിട്ടും ഈ നെകളിക്കൽ, അല്ലേ, ഒരു ഭരണാധികാരിയുടെ നെകളിക്കൽ, നമ്മളിപ്പം പത്രങ്ങളിൽ കാണുന്നതൊക്കെ അതാണ്. പല സ്ഥലത്തും നമ്മൾ കാണും. ഞാൻ പറയുന്നത് നടത്തിയാൽ മതി എന്നുള്ള ഒരു തോന്നലുള്ള തരത്തിൽ നമ്മുടെ ചില വ്യവഹാരങ്ങൾ വളരെ മോശമായ രീതിയിൽ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും അതിന് കൂട്ടുനിൽക്കുന്ന ആൾക്കാരുണ്ട്. മദ്യം കുടിച്ചോട്ടെ എന്ന് പറയുന്ന ഭരണാധികാരികളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ ഉണ്ടാക്കുന്ന ചില സാംസ്കാരിക ശൂന്യത, വരാനിരിക്കുന്ന സാംസ്കാരിക അധപ്പതനത്തിലേക്ക് വഴി ചൂണ്ടുന്നു എന്ന് ഓർമ്മിക്കണം. നമ്മൾ ഒരു അഹങ്കാരി ജനതയെ, ഒരു ഭരണാധികാരി ജനതയെ കൂടി ചിന്തിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ആ നിരാശയും അപമാനവും പരാജയവും ചേർന്ന് വീണ്ടും അവർക്ക് ഈശ്വരനെ പ്രാപിക്കേണ്ടി വരുന്നു. ഈശ്വരനെ പ്രാപിക്കാൻ സാധാരണ ദേവന്മാരെന്താ ചെയ്യുക? ഉടനെ പോവും ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക്, അല്ലേ?
നമുക്കൊരു ഏജന്റ് വേണം, നമ്പൂരിയോട് പുഷ്പാഞ്ജലി കഴിക്കാൻ പറയണ മാതിരിയാണ്. ബ്രഹ്മാവിനെ വിളിക്കും, അത് എന്നിട്ട് ഒന്ന് ഞങ്ങളെ രക്ഷിക്കണം, ഒന്ന് ദൈവത്തിനെ വിഷ്ണുവിനെ വിളിക്കും. അങ്ങനെ എല്ലാവരും കൂടി പോയിട്ട് അതെ പ്രാർത്ഥിക്കുകയാണ്. ഈ ബ്രഹ്മാവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതിലെ വളരെ വിശേഷപ്പെട്ട ഒരു ഭാഗമാണ്. പക്ഷെ ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. കാരണം ആ പ്രാർത്ഥനയുടെ തലത്തിലുള്ള പ്രാർത്ഥനകൾ ഭാഗവതത്തിൽ ഉടനീളം പല ഭാഗങ്ങളിൽ കാണുകയും പലരും അതിനെ അധികരിച്ച് പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ സഗുണമായ വിരാട് രൂപത്തെ ആദ്യം വർണ്ണിച്ചുകൊണ്ട് ലോകത്തുള്ള സകല ജീവജാലങ്ങളിലും ചൈതന്യമായി വർത്തിക്കുന്ന ഈശ്വരനെ ചിത്രീകരിച്ചുകൊണ്ടുള്ള ബ്രഹ്മാവിന്റെ പ്രാർത്ഥന അവസാനിക്കുന്നത് ഭഗവാന്റെ നിർഗുണത്വത്തിലാണ്. നിർഗുണനും നാമരൂപവിവർജിതനുമായ ഈശ്വര ചൈതന്യമാണ് ഈ പ്രാർത്ഥനയുടെ അവസാനത്തിൽ നമ്മൾ കാണുന്നത്. ഇത് പാലാഴി മഥനത്തിന്റെ പ്രക്രിയയുടെ ഈ പ്രോസസ്സിന്റെ ഒരു ചിത്രീകരണം കൂടിയാണ് യഥാർത്ഥത്തിൽ. എന്ത് കർമ്മമാണ് നടക്കുന്നത് അതിനനുസരിച്ച ഒരു പ്രാർത്ഥന. അതാണ് വ്യാസ ഭഗവാന്റെ ഔചിത്യം എന്ന് പറയുന്നത്. സഗുണമായ രീതിയിൽ ഭൗതികമായ കാര്യങ്ങളെ ഉപയോഗിച്ച് ഭൗതികമായ രീതിയിൽ നടത്തുന്ന ഒരു കർമ്മയജ്ഞം അഭൗമമായ അലൗകികമായ അമൃതത്വത്തിലേക്കുള്ള ഒരു നടന്നു കയറലാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഭൗതികമായ സഗുണ ബ്രഹ്മത്തെ വാഴ്ത്തിക്കൊണ്ട് നിർഗുണത്വത്തിന്റെ ആ അമൂർത്തമായ അനന്ത സത്യ സൗന്ദര്യ ദർശനത്തിലേക്ക് ബ്രഹ്മാവ് ഉയരുന്നത്. അവിടെയാണ് ആ സത്യസൗന്ദര്യം, നിത്യമായ സൗന്ദര്യം. നിത്യമായതിന് മാത്രമേ സുന്ദരമാകാൻ പറ്റൂ. കാരണം നിത്യമായത് മാത്രമേ സത്യമായിട്ടുള്ളൂ. സത്യമായതിന് മാത്രമേ സുന്ദരമാവാൻ പറ്റൂ. അതുകൊണ്ട് സൗന്ദര്യോത്തരതോപി സുന്ദരതരമായി നമ്മൾ ഈശ്വരനെ വാഴ്ത്തുന്നത് ഏറ്റവും നിത്യത ഈശ്വരൻ എന്ന സങ്കല്പത്തിന് മാത്രം അവകാശപ്പെട്ടത് കൊണ്ടാണ്. ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്കറിയാം സ്വാഭാവികമായും ഇവിടെ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു. ആ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു തരം അടിയറവാണ് ദേവന്മാരും ബ്രഹ്മാവും കൂടിയിട്ട്. ഞങ്ങൾ തളർന്നുപോയി, ഇനി ഞങ്ങൾക്ക് ഒന്നിനും സാധിക്കുന്നില്ല. അശക്തിയുടെ വല്ലായ്മയുടെ തളർച്ചയുടെ ഈ പാദത്തിൽ വെച്ചുകൊണ്ട് ഈ ഭൂമികയിൽ നിന്നുകൊണ്ട് അവരെല്ലാം സമർപ്പിക്കുകയാണ്. ഇനിയെല്ലാം ചെയ്യേണ്ടത് ഭഗവാനാണ്. സാധാരണ എല്ലായ്പ്പോഴും ദേവന്മാർക്കായാലും മനുഷ്യന്മാർക്കായാലും സംസ്കാരത്തിനായാലും തളർച്ച വരുമ്പോൾ ഭഗവാൻ അവതരിക്കാറുണ്ട്, കാര്യങ്ങൾ നിർവഹിക്കാറുണ്ട്, ധർമ്മം നിലനിർത്താറുണ്ട്. അപ്പം ഇവിടെ ഒരു അടിയറവാണ്. ദേഹവും തളരുന്നു, ദാഹവും വളരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ മോഹനാശനനായ ഭഗവാനെ സമീപിക്കുകയാണ്. ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവിടെ നമിക്കിലുയരാം, ആ കുനിഞ്ഞാൽ മാത്രമേ ഉയരാൻ പറ്റൂന്ന് അവർക്കറിയാം. നമിക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം എന്ന് പറയുന്നത് പോലെ ആ ഒരു കുനിഞ്ഞ് എല്ലാം സമർപ്പിക്കുകയാണ്, സ്വയം സമർപ്പിക്കുകയാണ്. ഇനി ഈശ്വരൻ മാത്രമേ രക്ഷയുള്ളൂ എന്ന ആത്യന്തികമായ അരക്ഷിതാവസ്ഥയിൽ നിന്ന് സുരക്ഷിതാവസ്ഥയിലേക്കുള്ള ഒരു പ്രതീക്ഷയാണ് അവർ ഈശ്വരന്റെ മുന്നിൽ സമർപ്പിക്കുന്നത്. ഇനി ഭഗവാനാണെങ്കിൽ അറിയാം, പാട്ടും പാടി കാര്യം കാണുന്ന ആൾക്കാരാണ് ദേവന്മാര്. 2 സ്തോത്രം ഒരു ഇത്തിരി മുഖസ്തുതിയായ ദേവന്മാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത നാളെയും ഇതന്നെയാണ് അവസ്ഥ. അപ്പോൾ കുറച്ചു കാലത്തേക്കെങ്കിലും ദേവന്മാരേനെ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ പണിയെടുത്തിട്ട് വേണം അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ. അതുകൊണ്ടാണ് അദ്ദേഹം സമുദ്രമഥനം എന്ന മഹത്തായ ബൃഹത്തായ ആശയം, ഒരു കർമ്മ പദ്ധതി, ഒരു വലിയ പ്ലാനാണ്. ഈ നമ്മുടെ 5 ഇയർ പ്ലാൻ എന്നൊക്കെ പറയില്ലേ, പഞ്ചവത്സര പദ്ധതി എന്നൊക്കെ പറയുന്നത് പോലുള്ള ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ കർമ്മ പദ്ധതി, പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളിക്കുന്ന ഒരേ ഒരു കർമ്മ പദ്ധതിയെ നമ്മുടെ ലോകത്ത് ഉണ്ടായിട്ടുള്ളൂ. അത് ഈ പാലാഴിമഥനാണ്. ആ പാലാഴിമഥനം എന്ന പ്രക്രിയയാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. അതും ദേവന്മാർ തനിച്ചല്ല, ദേവന്മാരും അസുരന്മാരും ചേർന്ന ഒരു സന്ധി. അതാണ് പൊളിറ്റിക്കൽ ടാക്ടിക്സ്. രാജനൈതികമായ കാര്യങ്ങൾ ഏതോ വിദൂര ഭൂതകാലത്തിൽ രചിച്ച ഭാരതത്തിൽ വളരെ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ചാണക്യതന്ത്രം എന്ന് പറയുന്ന, ഇന്ന് ഭാരതത്തിൽ വിജയിക്കുന്ന പാർട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, കയ്യാളിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഈ രാഷ്ട്രതന്ത്രത്തിന്റെ ആദി സ്രോതസ് യഥാർത്ഥത്തിൽ ഇവിടെയൊക്കെയാണ്. ശത്രുവിനോട് പോലും സന്ധി ചെയ്തുകൊണ്ട് അമൃതത്വത്തിന്റെ അമൃതിനെ സ്വീകരിക്കാൻ ശ്രമിക്കുക. പാമ്പ് വലയിലകപ്പെട്ടാൽ പാമ്പിന് ഒരു എലിയുടെ സഹായം തേടാൻ, വലയുടെ കണ്ണി പൊട്ടിക്കാൻ, പുറത്ത് കിടന്നാൽ പാമ്പിന് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ ഒരു രാജതന്ത്രം, രാജനൈതികതയാണ് ഭഗവാൻ ഇവിടെ പഠിപ്പിക്കുന്നത്. പണ്ട് പിൽക്കാലത്ത് മഹാഭാരതത്തിലുടനീളം ഗീതയിലൊക്കെ കാണിക്കുന്ന ആ ഒരു രാഷ്ട്രതന്ത്ര സൂക്ഷ്മത, ബുദ്ധികൂർമ്മത ഇവിടെയും നമ്മൾ കാണിക്കണം. അതാണ് ലോകരക്ഷയുടെ, ധർമ്മരക്ഷയുടെ പൊരുള്, യഥാർത്ഥ ഭരണത്തിന്റെ പൊരുള്.
ഇത് മാത്രമല്ല, ദേവനും അസുരനും കൂടി ചേർന്നിട്ട് ഈ സമുദ്രം മഥിക്കണമെന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഉള്ളില് ഭഗവാന്റെ ആത്യന്തികമായ ഒരു വളരെ ലളിതമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഈശ്വരനെ സംബന്ധിച്ച് എല്ലാം ലീലയാണ്, വിനോദമാണ്. ലീലാലോലൻ ചിലപ്പോൾ അഖില സമയവും നിർഗുണ ബ്രഹ്മം, എന്നെപ്പോലുള്ളോരെന്തറിഞ്ഞു പുരഹര വിധിമാർ പോലും ഓരാത്ത തത്വം. അപ്പൊ ലീലാലോലനാണ്. സമുദ്രമഥനാദിഭി വിഹർത്തു കാമ എന്നാണ് അദ്ദേഹത്തിനെ കുറിച്ച് വ്യാസൻ പറയുന്നത്. മഥനത്തിലൂടെ ക്രീഡാതൽപരനായിട്ടാണ് അദ്ദേഹം. ഇതൊക്കെ ഒരു കളിയാണ് അദ്ദേഹത്തിന്. ഈ കളി മുഴുവൻ കണ്ടിട്ട് വേണം കളിയുടെ അവസാനം. നമ്മളൊക്കെ എന്താ ചെയ്യുക? കേരള ബ്ലാസ്റ്റേഴ്സും കൽക്കത്ത ടീമും കൂടി ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ അവരുടെ പരിക്കിനെ കുറിച്ചോ അവരുടെ ടെൻഷനെ കുറിച്ചോ അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചോ ആലോചിക്കാറുണ്ടോ? നമ്മൾ ആ അടിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. സച്ചിൻ ബാറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ആ കളി ആസ്വദിക്കുകയാണ്. ഭഗവാൻ ആസ്വദിക്കുകയാണ്. ജീവജാലങ്ങളുടെ ജീവിതത്തിന്റെ വിഭിന്നമായ പ്രക്രിയകളെ ഒരു കളിയായി കാണാൻ നിർഗുണനായ സത്വരജസ് തമോ ഗുണങ്ങൾക്ക് അതീതനായ ഈശ്വരന് അകന്നു നിന്ന് അനാസക്തനായി ഇതിനെ ആസ്വദിക്കാൻ കഴിയുകയാണ്. അതാണ് വിശ്വം ചമയ്ക്കും ഉടനെ യതു കാത്തഴിക്കും വിശ്വൈകനാഥന് കളിപ്പുര എന്ന പോലെ. ഇനി അതെങ്ങനെ ചെയ്യണം? ഔഷധികളിട്ട് പാൽക്കടല് കടയാനുള്ള ഒരു പ്രത്യേക ശ്വാസനം. അപ്പൊ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്. ഈ വരുന്ന കാര്യങ്ങളോടൊന്നും മമത പാടില്ല എന്ന് അദ്ദേഹം ആദ്യമേ പറയും. അത് ആരെങ്കിലുമൊക്കെ എടുക്കും, ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും. അതിൽ നിങ്ങൾക്ക് അസൂയ തോന്നാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. കർമ്മബന്ധാവില് ആഗ്രഹമില്ലാതെ നിഷ്കാമകർമ്മം ചെയ്ത് അതിൻ്റെ ഫലസിദ്ധിയിലേക്ക് എത്താൻ. ഇനി ഇതിനെ അങ്ങനെ അവർ ചെയ്യുന്നു, കടയുന്നു, അമൃത് കിട്ടുന്നു. ഇത് കഥയുടെ ഒരു വശം. ഇതിനെ ബാഹ്യമായി ഈ പാലാഴി മഥനത്തെ നമ്മൾ കാണുകയാണെങ്കിൽ വളരെ ബാഹ്യമായ രീതിയിൽ, ഉപരിപ്ലവമായ രീതിയിൽ ഇതിനെ സമീപിക്കുകയാണെങ്കിൽ സമൂഹം കൂട്ടായി കൊണ്ട് ചെയ്യുന്ന ഒരു കർമ്മ പദ്ധതി, ഒരു പ്രോജക്റ്റ്. അതിൽ സമൂഹത്തിലെ എല്ലാവരും, ജീവജാലങ്ങളടക്കം എല്ലാവരും സമ്മേളിക്കുന്നു. എല്ലാവരും അണ്ണാര കണ്ണന് തന്നാലായത് എന്നതുപോലെ അവരുടേതായ ശ്രമദാനത്തിൻ്റെ സംഭാവന നൽകുകയും ചെയ്യുകയാണ്. അവിടെ എന്താണ്? ഒരു സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി വിപ്ലവാത്മകമായ ഒരു പരിവർത്തനത്തിന്, ലോകക്ഷേമത്തിന് വേണ്ടി മനുഷ്യ മൃഗാദികൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു കർമ്മകാണ്ഡ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഗവേഷണശാലയിലെ, ഒരു പരീക്ഷണശാലയിലെ രാസപദാർത്ഥങ്ങളെ കൂട്ടിച്ചേർത്തും കുറച്ചും ഒരു ഗവേഷകൻ ചെയ്യുന്ന പരീക്ഷണമായിട്ട് ഇതിനെ കാണാം. ഒരു കൃത്യമായ റിസൾട്ട് കിട്ടാനുള്ള ഒരു കെമിക്കൽ പ്രോസസ്സ്. ആ കെമിക്കൽ പ്രോസസ്സിന്റെ ഉള്ളിൽ ആദ്യം നമുക്ക് കിട്ടുന്നത് ഒരുപക്ഷെ വളരെ ഭീകരമായ അനുഭവങ്ങളായിരിക്കും. രോഗാണുക്കളോ കീടാണുക്കളോ ഉണ്ടായെന്നിരിക്കും. അതിനെ തള്ളി മാറ്റേണ്ടി വരും. മറ്റു തരത്തിലുള്ള ബൈ പ്രൊഡക്ട്സ് എന്ന ഉപോൽപ്പന്നങ്ങൾ ഉണ്ടായെന്ന് വരും. അതിൽ മനസ്സ് ഉടക്കി നിൽക്കരുത്. അവസാനത്തെ ലക്ഷ്യത്തിലെത്തും വരെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക, പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക, റിസൾട്ടിലെത്തുക. ഇനി ഒരു സാമൂഹ്യക്ഷേമ പദ്ധതി എന്ന പ്രോജക്റ്റ് ആണെങ്കിലോ, ഇതിൽ ഏറ്റവും കൂടുതൽ ആദ്യം കാളകൂടം തന്നെയാണ് വരിക. കാരണം നമ്മുടെ നാട്ടിലെ ഒരു പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ തറക്കല്ലിടുമ്പോൾ അതിൻ്റെ ഒപ്പം കുത്തും കൊടി. ആ കൊടി കുത്തിക്കഴിഞ്ഞാലോ പിന്നെ ആ പ്രോജക്റ്റ് പലപ്പോഴും നമ്മുടെ വിഴിഞ്ഞ നമുക്കറിയാമല്ലേ എവിടെ എത്തി നിൽക്കുകയാണെന്ന്. മെട്രോ പദ്ധതിക്ക് പോലും സംഭവിക്കുന്ന ദുരന്തങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ ശക്തനായ ഒരു തേരാളിയുണ്ട്, ശ്രീധരൻ. അതുകൊണ്ടാണ് അത് ഇപ്പോഴും അസ്തമിക്കാതിരിക്കുന്നത്. അപ്പോൾ പല പ്രതിബന്ധങ്ങൾ ഉണ്ടാകും, വിമർശനങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന പ്രതിലോമ വിലോമ ശക്തികളുണ്ടാകും. ചിലപ്പോൾ ചില പ്രക്രിയകളിൽ മാരകമായ റേഡിയേഷൻ ഉണ്ടായി എന്ന് വരും. ചിലപ്പോൾ ഭോപ്പാൽ ഗ്യാസ് ദുരന്തം പോലുള്ള ലീക്കേജുകൾ ഉണ്ടായി എന്ന് വരും. കൂടാതെ നല്ല പല ഉൽപ്പന്നങ്ങളും ഉണ്ടായെന്നും വരും. പക്ഷെ ആ പ്രോജക്റ്റ് അവസാനിപ്പിക്കാൻ സാധിച്ചാൽ നമ്മൾ കൃതാർത്ഥരാവുകയാണ്. തന്ത്രപരമായി പ്രശ്നങ്ങളെ തരണം ചെയ്ത് മനസ്സിന്റെ സംയമനത്തോടുകൂടി മറ്റുള്ളവയിലേക്ക് മനസ്സിനെ പാളിക്കാതെ അവസാന ലക്ഷ്യത്തിലേക്ക് പടിയായി അടിവെച്ച് മുന്നേറാൻ കഴിയുമ്പോൾ നമ്മൾക്ക് ആ റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ നമുക്ക് ക്ഷീണമില്ല. പ്രസവവേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീക്ക് പ്രസവിച്ചു കഴിഞ്ഞാൽ അവർ ആ വേദനയെക്കുറിച്ച്, അല്ലെങ്കിൽ പൂർവാധികം ഊർജത്തോടെ തൻ്റെ കുഞ്ഞിനെ കുറിച്ചാണ് പിന്നെ ആലോചിക്കുന്നത്. പാർവതി തപസ് ചെയ്ത് ക്ഷീണിച്ച അവശയായ സമയത്താണ് ശിവൻ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ കാളിദാസന്റെ ഭാഷയിലെ ശിവൻ പാർവതിയോട് പറയണത്,
അദ്യപ്രഭൃത്തി അവനതാംഗീതവോസ്മിദാസ ക്രീതസ്തപോഭിരിതി വാദിനി ചന്ദ്രമൗലൗ അനായസ നിയമജം ക്ലമമുത്സർജ. വളരെ പെട്ടെന്ന് ഞാൻ ഇനി നിന്റെ ദാസനാണെന്ന് പറഞ്ഞ ശിവന്റെ മുന്നിൽ വളരെ പെട്ടെന്ന് ഈ തപസ്സിൽ നിന്നുണ്ടായ ക്ഷീണത്തെ മാറ്റിക്കൊണ്ട് ക്ലേശ ഫലേനഹി പുനർനവതാം വിധത്തെ, ക്ലേശ ഫലേനഹി പുനർനവതാം വിധത്തെ, ഫലം കിട്ടുമ്പോൾ ക്ലേശം മാറുകയും പുനർനവത പുനർയൗവനം പുനരൂർജം പുനരുത്സാഹം ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ക്ലേശ ഫലേനഹി പുനർനവതാം വിധത്തെ എന്നാണ് പാലാഴിമഥനത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടെത്തുന്നത്. ഇനി ഇവിടെയും നമ്മൾ എന്താണ്, തുടക്കം മുതൽ അവസാനം വരെ ഈശ്വര സാന്നിധ്യം വേണം. നമ്മളൊക്കെ ഇടയ്ക്ക് ഒരു തേങ്ങ ഉടച്ച് തുടങ്ങും, അല്ലെങ്കിൽ ഒരു ഗണപതി ഹോമം നടത്തി വീട്ടിൽ കയറി ഇരിക്കും എന്നല്ലാതെ അത് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും നമ്മൾ ഈശ്വരനെ കൊണ്ട് നടക്കുന്നത്. പറയും നമ്മളെ ദൈവാധീനം ഇല്ലേ, ഈശ്വരാധീനം എന്നൊക്കെ പറയും. എന്താ ഈശ്വരാധീനം? ദൈവം നമ്മുടെ അധീനത്തിലായിരിക്കുക, നമ്മുടെ കസ്റ്റഡിയിലായിരിക്കുക, നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കുക. ഇത് പറയാന്നല്ലാണ്ട്, ഇത് പറയുമ്പോഴും ഈശ്വരനെ ഓർത്തിട്ടാണോ നമ്മൾ പറയാതെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ നമ്മളോട് ചോദിച്ചാൽ മനസ്സിലാവും. ആ ദൈവാധീനം എപ്പോഴും സൂക്ഷിക്കാറുണ്ടത്. എപ്പോഴും എല്ലാ കർമ്മം ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാ കർമ്മങ്ങൾ നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസ്സേ ഭവദ്രൂപം തോന്നണം ദയാനിധേ എന്ന് പറയാനുള്ള ആ ഒരു ഭക്തി നമുക്കുണ്ടാവാറുണ്ടോ? വിഘ്നേശനെ ഓർക്കാതെ തുടങ്ങിക്കഴിയുന്ന ഓരോ ഘട്ടത്തിലും അതുകൊണ്ട് തന്നെ തടസ്സങ്ങളുടെ ഒരു ഒരു തരംഗങ്ങളാണ് അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തടസ്സങ്ങളുടെ കൊണ്ടുപോകുന്ന മന്ദരപർവ്വതം കയ്യിൽ നിന്ന് വീണു പോണു. ഞാനിതിൻ്റെ കഥ പറയാത്ത കഥ എല്ലാവർക്കും അറിയുന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. മന്ദരപർവ്വതം വാസുകിയാണ്, കയറ് മന്ദരപർവ്വതമാണ് ഇതിൻ്റെ കടകൊലി. മന്ദരപർവ്വതം വീഴുന്നു, അവിടെ ഗരുഡവാഹനായ വിഷ്ണു തന്നെ വന്ന് ഇത് കൊണ്ടുവരേണ്ടി വരികയാണ്. ഇത് ഇളക്കി പാലാഴി കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പർവ്വതം താണു പോണു. അവിടെ ആര് വരണം? കൂർമാവതാരമായിട്ട് ഈശ്വരൻ വരേണ്ടി വരികയാണ്. കൃത്വാ വപുക അച്ഛവം അത്ഭുതം മഹൽ പ്രവിശ്യതോയം ഗിരിമുജ്ജഹാര എന്ന കൂർമാവതാരത്തിലൂടെ അദ്ദേഹം അതിനെ പൊക്കിയെടുക്കേണ്ടി വരുന്നു. അവശരായ അസുരന്മാരുടെയും ദേവന്മാരുടെയും കൂടെ അവരിൽ ഒരാളായിക്കൊണ്ട് പർവ്വതത്തിന് ഊർജം പകർന്ന പർവ്വതത്തിലേക്ക് താൻ തന്നെ കടന്നു കയറി, ദേവന്മാരിലേക്കും അസുരന്മാരിലേക്കും താൻ തന്നെ വീണ്ടും നടന്നു കയറി. അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു മഥന പ്രവൃത്തിയെ പൂർണ്ണമാക്കുന്നത്. അപ്പൊ അവിടെ ഈശ്വരൻ എന്ന എല്ലായ്പ്പോഴും ഈശ്വരൻ വേണമെന്ന ആ ഒരു ഉൾവിളി നമ്മളെ ആധ്യാത്മികമായിട്ടും ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയോ ഉപോൽപ്പന്നങ്ങളിൽ ആദ്യം വരുന്നത് വിഷം ആവുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ടാവും? ദുശകുനം, പിന്നെ മനസ്സുമുട്ടും. സാധാരണക്കാരെ സംബന്ധിച്ച് തൊട്ടങ്ങുമ്പോൾ തന്നെ കണ്ടില്ലേ നമ്മൾ പറയും, കണ്ടില്ലേ തൊട്ടക്കം തന്നെ പാളിപ്പോയി എന്ന് രാവിലെ ഒരു പ്രഭാഷണത്തിന് പോകാൻ ഇറങ്ങുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് കാല് വെച്ച് കുത്തി വിചാരിക്കും പടി കിടക്കണേ, അപ്പം ഞാൻ ഇന്നത്തെ കാര്യം പോക്കാം. അതാണ് നമ്മുടെയൊക്കെ ഒരു മനസ്സ്. അപ്പോഴേക്ക് നമ്മൾ നിരുത്സാഹപ്പെടുകയാണ്. പക്ഷെ ഇവിടെ വിഷം ദുശകുനമാകാതെ വിഷത്തെ ഏത് തരത്തിൽ വിഷമല്ലാതാക്കി മാറ്റണം, ശ്രേയസ്സില്ലായ്മയെ എങ്ങനെ ശ്രേയസ്സാക്കി മാറ്റണം എന്ന് പറയുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം എന്തുണ്ടായി? ഇനി ഈ പ്രശ്നങ്ങൾ വന്നാലോ, ഇടയിൽ ഇപ്പോൾ പാരിജാതവും കൗസ്തുഭം ഇങ്ങനെ ഒരുപാട് കമനീയങ്ങളും പ്രലോഭന ജനകങ്ങളുമായ സാധനങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോഴെന്താ വിചാരിക്കുക? കോടീശ്വരൻ പരിപാടിയിലൊക്കെ അല്ലേ 25 ലക്ഷം കിട്ടിയെന്ന് വിചാരിക്കും, ഇനി നിർത്തണോ? അടുത്തേൽ തോറ്റാൽ പിന്നെ ഒന്നും കിട്ടില്ല, ഉള്ളതും ഇല്ലാണ്ടേ, അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്താം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. പാരിജാതവും കൗസ്തുഭവും ഒക്കെ കിട്ടി, എന്നാൽ ഇവിടെ വെച്ച് നിർത്താം എന്നുള്ളൊരു തോന്നൽ വരും. അതും പാടില്ല. അപ്പൊ അവിടുന്ന് മുന്നോട്ട് പോകണം. ഇതൊക്കെ കഴിഞ്ഞ അവസാനം ഈ റിസൾട്ട്, ഈ അമൃതം എന്ന് പറയുന്ന അവസാനത്തെ ഫലം കയ്യിൽ കിട്ടിയ വഴിക്ക് അസുരന്മാർ സ്വഭാവം കാണിച്ചു. അവരത് കട്ടെടുത്തുകൊണ്ട് പോയി. അപ്പൊ ഒരു കൂട്ടായ പ്രയത്നത്തിന്റെ പര്യവസാനത്തിൽ പലപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ളതിനെ ഭാഗവതത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. നായുടെ വാല് 12 കുടലിലിട്ടാലും നേരെയാവില്ല എന്നുള്ളതാണ്. അപ്പൊ ആ അസുര മനസ്സിനെ ചെളി മുഴുവനായിട്ട് മായ്ക്കാൻ പറ്റില്ല. കാരണം തമോ ഗുണം ലോകത്തിൽ നിന്ന് ഒരിക്കലും മാറില്ല, അതിനെ കുറയ്ക്കാനേ പറ്റുള്ളൂ. അപ്പൊ ആ തമോ ഗുണം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ അസുര, നമ്മൾ കാണാറുണ്ടല്ലേ PhD പ്രബന്ധങ്ങൾ കട്ടെടുത്തിട്ട്, PhD പ്രബന്ധങ്ങൾ ആരാൻ്റെ വല്ലോരും പാവം മെനക്കെട്ട് 3-4 വർഷം കുത്തിയിരുന്ന് വായിച്ചുണ്ടാക്കി എഴുതി പിടിച്ച പുസ്തകം ഇത് കട്ടെടുത്തിട്ട് ബാക്കിയുള്ളവർ വളരെ എളുപ്പത്തിൽ അവനവനൊരു ഗവേഷണ ബിരുദം സമ്പാദിക്കണം. അതുപോലെ പല ഗവേഷണ ഫലങ്ങൾ അത് കട്ടെടുക്കണം. അത് വളരെ മോശമായ രീതിയിൽ, ഉപദ്രവകരമായ രീതിയിൽ ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് ന്യൂക്ലിയർ കണ്ടുപിടുത്തങ്ങൾ അങ്ങനത്തെയൊക്കെ. അപ്പോൾ വല്ലവനും ഉണ്ടാക്കുകയും 8 കാലി മമുഞ്ചരമാതിരി അത് ഏറ്റെടുക്കാനുള്ള ബാക്കിയുള്ളവരുണ്ടാകുന്ന ഒരു അവസ്ഥ. അവിടെയാണ് ചതി.
ആ ചതിയും വഞ്ചനയും സ്വാർത്ഥതയും നിറഞ്ഞപ്പോൾ അസുരന്മാർക്ക് ആ ഫലം അനുഭവിക്കാനുള്ള അർഹതയില്ലാതാവുകയാണ്. ഇതാണ് ഞാനതിൽ മനസ്സിലാക്കിയത്. അസുരന്മാർക്ക് അത് അനുഭവിക്കാനുള്ള അർഹതയില്ലാതെ ഭഗവാന് സമഭാവനയാണ് എല്ലാവരോടും. ഭഗവാൻ എല്ലാവരെയും ഒരുപോലെ, അതുകൊണ്ടാണ് എല്ലാവർക്കും അമൃതം അനുഭവിക്കാനുള്ള ഒരു വേദി ഒരുക്കിയത്. പക്ഷെ ആ വേദി ഒരുക്കിയിട്ട് പോലും അസുരന്മാർക്ക് സ്വതസിദ്ധമായ സ്വഭാവത്തെ സംസ്കരിച്ച് ശുദ്ധീകരിച്ച് സ്ഫുടം ചെയ്തെടുക്കാൻ കഴിയാത്തത് കൊണ്ട്, അവരുടെ സ്വഭാവമായ സ്വാർത്ഥതയും സങ്കുചിതത്വവും ചതിയും മായയും കാണിച്ചതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചു? അമൃത് കഴിക്കാനുള്ള അർഹത എന്നേക്കുമായി ഇല്ലാതായി പോവുകയാണ്. അതൊരു അസുരന്റെ കൈത്തെറ്റാണ്, അസുര മനസ്സ്. ഇനി മറ്റൊരു തരത്തിൽ നോക്കിയാലോ, ഈ കാളകൂടം വരുന്നത് ജലത്തിന്റെ കൽമഷത്തെ തെക്കിയെടുത്തോണ്ടാണ്. അപ്പൊ അവിടെ പ്രകൃതിയെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് പാലാഴി മദനം വിരൽ ചൂണ്ടുന്നത്. ഇന്ന് പ്രകൃതി വിഷവസ്തുക്കളെ കൊണ്ട് മുഴുവനായി മുച്ചൂടായി നശിപ്പിക്കപ്പെടുകയാണ്. പ്രകൃതിയിലെ വിഷത്തെ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ പ്രകൃതി അമൃത അന്നം നമുക്ക് തരുള്ളൂ. ഇന്ന് മുലപ്പാലിൽ പോലും കീടാണുക്കളുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് എന്തുമാത്രം വിഷമയമായി കാളകൂടമയമായി നമ്മൾ മാറിയിരിക്കുന്നു. ആ കാളകൂടത്തെ പ്രകൃതിയിൽ നിന്ന് വിഷത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു യത്നത്തിലേക്കും കൂടി പാലാഴി മദനം ഇവിടെ ചൂണ്ടുന്നുണ്ട്. ഇനി പാലാഴി എന്താണ്? പാൽക്കടൽ അല്ലേ? പാൽക്കടലോ? പാല് പശുവിൻ്റെ സത്തയാണ്. പശു എന്ന വാക്കിന് സംസ്കൃതത്തിൽ ഗോവ് എന്ന അർത്ഥമുണ്ട്. ഗോവ് എന്നതിൻ്റെ അപരാർത്ഥം ധർമ്മം എന്നാണ്. അങ്ങനെയാണെങ്കിൽ പശുവിൻ്റെ പാല് ധർമ്മത്തിൻ്റെ പാലാണ്, ധർമ്മത്തിൻ്റെ സത്തയാണ്. അങ്ങനെ നോക്കുമ്പോൾ ധർമ്മത്തെ കടഞ്ഞാൽ മാത്രമേ ഈശ്വരനെ കണ്ടെത്താൻ കഴിയൂ. ധർമ്മസ്യ പ്രഭുരീശ്വര എന്നതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പാലാഴി കടയുമ്പോൾ നമ്മൾക്കറിയുന്നത് ധാർമ്മികതയിലൂടെ ജീവിച്ച് ധർമ്മത്തിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ എല്ലാ അർത്ഥങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ട് അവസാനത്തെ സത്യവും പൂർണ്ണവുമായ ഒരേ ഒരു അർത്ഥത്തിലെത്തുകയാണ് ധർമ്മസ്യ പ്രഭുരീശ്വര. പാൽക്കടൽ ധർമ്മത്തിൻ്റെ അർത്ഥം കണ്ടെത്തലാണ്, ധർമ്മത്തിലൂടെ ജീവിക്കലാണ്, ധർമ്മത്തെ മതിക്കലായിട്ട് ധർമ്മത്തെ മതിച്ചുകൊണ്ട് ഈശ്വര സഹായത്തോടെ ഈശ്വരനെ തേടി ഈശ്വരനെ കണ്ടെത്തുന്ന പരമ പവിത്രമായ ഒരവസ്ഥയായിട്ട് മാറുകയാണ്. ധർമ്മം അറിവാണ്. പക്ഷേ അസുരൻ്റെ മനസ്സിന് മാത്രം അത് കിട്ടാൻ സാധിക്കുന്നില്ല. ശബരിമലയ്ക്ക് പോകുമ്പോൾ ഒരു ചടങ്ങുണ്ട്, ഇല്ലെന്താ ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല. പണ്ട് പാട്ടിൽ അഴുതയിൽ മുങ്ങിയിട്ട് കല്ലുമെടുത്തുടൻ കല്ലിട്ട് കല്ലിടാൻ കുന്നു കയറി. അഴുത ഉണ്ടോ മുങ്ങാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ശബരിമലയിൽ പോയിട്ടില്ല. പക്ഷെ ആ പാട്ട് പറയുന്നത് എന്താണ് അഴുത മനുഷ്യൻ്റെ മനസ്സാണ്. മനുഷ്യൻ്റെ മനസ്സിൽ മുങ്ങിത്തപ്പി അതിൻ്റെ ഉള്ളിലെ കറാതുരാന്ന് പറയുന്ന മാലിന്യങ്ങളെ മുഴുവൻ കാളകൂട വിഷം എന്നതുപോലെ തെക്കി ഉരുട്ടിയെടുത്ത് പുറത്തേക്ക് കറഞ്ഞ് മനസ്സ് നിർമ്മലമാക്കിയാലേ ഭഗവാന്റെ സവിധത്തിലെത്താൻ പറ്റുള്ളൂ. അങ്ങനെ പോവാൻ പാടുള്ളൂ. നിർമ്മലമായ മനസ്സ് അത് നിർഭാഗ്യവശാൽ അസുരന്മാർക്കുണ്ടായില്ല. നമ്മളുടെ ഇടയിലെ പല ഭക്തന്മാർക്കും ഇത്തരം മനസ്സാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ആ ശുദ്ധീകരണ പ്രക്രിയയുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ചിലരുടെ മനസ്സ് മാറില്ല. അകവൂർ ചാത്തൻ്റെയോ മറ്റോ ഒരു കഥയുണ്ട്. ഒരു കയ്പുള്ള ചൊരയ്ക്ക കൊണ്ടുപോയിട്ട് എല്ലാ തീർത്ഥാടനത്തിന് പോയ തീർത്ഥക്കുളത്തിലൊക്കെ മുക്കി കൊണ്ടുവന്നിട്ട് അവസാനം തമ്പുരാട്ടിക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ കഷ്ണാക്കി കൊടുത്തു. ഈ ചൊരക്കയും വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞു, എന്താ ചാത്തത് വല്ലാണ്ട് കഴിക്കുന്നുണ്ടല്ലോ ഈ ചൊരക്ക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ സാധ്യത ഇല്ലല്ലോ തിരുമേനി, ആ ചൊരക്ക ഞാൻ എല്ലാ തീർത്ഥത്തിലും മുക്കിക്കൊണ്ടെന്നല്ലോ, എന്നിട്ടും എന്താ കഴിക്കണേ? അസുരന്മാരുടെ മനസ്സ് അങ്ങനെയാണ്. ആ കയ്പ് മാറുന്നില്ല. പക്ഷെ ആ കയ്പ് മാറ്റാൻ നമുക്ക് സാധിക്കണം. അതാണ് പിന്നീട് ശിവൻ കാണിച്ചു തന്നത്. വിഷത്തെ ശ്രീയാക്കി മാറ്റിക്കൊണ്ട്, വിഷത്തെ വിഷമല്ലാതാക്കി മാറ്റിക്കൊണ്ട് ചുരക്കയുടെ കയ്പ് മാറ്റുന്നത് പോലുള്ള ഒരു പ്രക്രിയയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഇനി ഒരു ഭക്തനെ സംബന്ധിച്ച് ഇതൊരു മോക്ഷമാർഗം കൂടിയാണ്. എല്ലാ മൃഗതൃഷ്ണകളെയും മാറ്റിമറിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഈശ്വരനെ കാണാനുള്ള മോക്ഷമാർഗം, നരകവാരിധിയിൽ നിന്ന് ക്ഷീരവാരിധിയിലേക്കുള്ള ഒരു പ്രയാണമായി നമുക്ക് വേണമെങ്കിൽ ഈ പാലാഴി മഥനത്തെ കാണാനും സാധിക്കും. ഇതൊക്കെ ചെയ്യണമെങ്കിലോ അവസാന ഈശ്വരനെ കാണെങ്കിൽ സമർപ്പണം വേണം, സർവ്വസമർപ്പണം. നമ്മുടെ ഉള്ളിൽ ദേവചൈതന്യമുണ്ട്, നമ്മുടെ ഉള്ളിൽ അസുര മനസ്സുണ്ട്. നമ്മുടെ അസുര മനസ്സിനെയും നമ്മുടെ ദേവ മനസ്സിനെയും ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ ദൈവി ആസുരിയുമായ രണ്ട് സമ്പത്തിനെയും, ദൈവീഭാവത്തെയും ആസുരീഭാവത്തെയും ഒരുപോലെ, പോസിറ്റീവിനും നെഗറ്റീവിനും ഒരുപോലെ ഈശ്വരൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നന്മയെയും തിന്മയെയും
കർമ്മ ജ്ഞാന സമർപ്പണത്തിലൂടെ ഭഗവാന്റെ മുന്നിൽ അടിയറവ് വെച്ചാൽ മാത്രമേ നമുക്ക് ദേവത്വത്തിലേക്ക്, ഈശ്വരീയതയിലേക്ക് എത്താൻ പറ്റൂ. ദേവന്മാര് ലോക മര്യാദ പാലിക്കുന്നവരാണ്, അസുരന്മാർ അതിൻ്റെ നേരെ വിപരീതം, ലോക മര്യാദ പാലിക്കാത്തവർ. നമ്മുടെയൊക്കെ മനസ്സിൽ മര്യാദ പാലിക്കുന്ന അവസ്ഥയുണ്ട്, തറുതല പറയുന്ന തെറ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഈ രണ്ടും നമുക്കറിയാം, ചിലത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് രണ്ടിനെയും ഭഗവാന് സമർപ്പിക്കാൻ സാധിച്ചാൽ മാത്രമേ ഭഗവാനെ കണ്ടെത്താൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് പാലാഴി മഥനം മനസ്സിൻ്റെ മഥനമായി മാറുന്നത്. ഞാൻ അഴുതയിൽ മുങ്ങിയിട്ട് പറഞ്ഞതുപോലെ മനസ്സിൻ്റെ മഥനമാക്കി മാറ്റിക്കൊണ്ട് മനസ്സിലെ വിഷത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കാളിയമർദ്ദനത്തെ കൂടി ഓർമ്മിക്കുക. ഇല്ലായ്മ ചെയ്തുകൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ കൊടികൊള്ളുന്ന അടിസ്ഥാന ജീവചൈതന്യത്തെ കണ്ടെത്തി താൻ ആരാണ് എന്ന് മനസ്സിലാക്കുന്ന, അഹം ബ്രഹ്മാസ്മി എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു അവസ്ഥയുടെ പരിപൂർണതയാണ്, സ്വച്ഛവും ശുഭ്രവുമായ ഒരവസ്ഥയാണ് സുധയിലേക്ക് എത്തി നിൽക്കുന്ന, അമൃതിലേക്ക് എത്തി നിൽക്കുന്ന ഒരവസ്ഥ. ഇതൊരു ഉപരിയാത്രയാണ്. ഈ ഉപരിയാത്രയിൽ ഭക്തി മാത്രം പോരാ, ഭക്തിയിലൂടെ ഈശ്വരന്റെ മുന്നിലെത്തണം. ഈശ്വരന്റെ മുന്നിൽ എത്തിയാൽ പോരാ, ഈശ്വരന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ നിൽക്കുകയാണ്, പിന്നെ മുന്നോട്ട് പ്രയാണമല്ലോ. അപ്പം നമ്മൾ എന്താവണം? ഈശ്വരനിലേക്ക് കടന്നിരിക്കണം, ഈശ്വരനുമായി ചേരണം. ആ ചേരാൻ കഴിയുന്നില്ലെങ്കിൽ ഈശ്വരന്റെ കൂടെ പോകാൻ, ഈശ്വരന്റെ കൂടെ യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കണം, ഒരു തിരിച്ചുവരവില്ലാതെ. മനസ്സ് ഈശ്വരാഭിമുഖമാക്കിക്കൊണ്ട് ഈശ്വരന്റെ അടുത്തെത്തിക്കൊണ്ട് ഈശ്വരന്റെ കൂടെ പോകാൻ സാധിക്കണം. പഴയ ഒരു ശ്ലോകമുണ്ട്, ദോലായമാനം ഗോവിന്ദം മഞ്ചസ്ഥം മധുസൂദനം രഥസ്ഥം കേശവം ദൃഷ്ട്വാ പുനർജന്മ ന വിദ്യതേ. ദോലായമാനം ഗോവിന്ദം. ആദ്യത്തെ അവസ്ഥയിൽ നമ്മൾ ഭഗവാനെ കാണുന്നത് ആടിയാണ്, തൂഞ്ഞാലിൽ ആടണവരെ. എന്താ കാരണം? നമ്മുടെ മനസ്സാണ്, മനം ഓടുന്നു വല്ലേടവൊന്നാണ്. കുറച്ചു നേരം ഭഗവാനെ നോക്കും, മനസ്സ് വേറെ എവിടെയെങ്കിലും പോകും, പിന്നെയും നോക്കും ഭഗവാനെ. പിന്നെ ഭഗവാൻ ആടിയിട്ട് ഊഞ്ഞാല് പിന്നാക്കം പോകും, നമ്മൾ കാണുന്നില്ല. അടുത്തേക്ക് വരും, നമ്മൾ കാണും. മുന്നാക്കം പോകും, നമ്മൾ കാണുന്നത്. അതുപോലെ ഭഗവാനല്ല പോണത്, നമ്മുടെ മനസ്സാണ് ഭഗവാനിൽ നിന്ന് അകന്നു പോണത്. അപ്പോൾ ഭഗവാൻ ആടുന്ന മാതിരിയെ തോന്നുന്നത്, ആടുന്നത് മനസ്സാണെങ്കിലും ചാഞ്ചാടുന്ന മനസ്സ്. കുറച്ചും കൂടി ഭക്തി വന്നാലോ കുറേയും കൂടി നമുക്ക് അവിടെ ഫോക്കസ് ചെയ്യാൻ പറ്റും ഭഗവാനിൽ. അപ്പോൾ മഞ്ചസ്ഥം മധുസൂദനം. മഞ്ചെന്ന് വെച്ചാൽ കട്ടിലാണ്, കട്ടിലിരിക്കുകയാണ്. വേണമെങ്കിൽ ആട്ടുകട്ടിലാവാൻ, ചെറിയ ഇളക്കേ ഉള്ളൂ. ഇനി ആ കട്ടിലിരിക്കുമ്പോൾ എന്താ, ആ കട്ടിലിരിക്കുന്ന ഭഗവാനെ ഇളകണില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. ശ്രീകോവിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, നമ്മളവിടെ പോവും തൊഴും പോരും, നമ്മളവിടെ പോവും തൊഴും പോരും, ഭഗവാൻ അവിടെ ഉണ്ട്. പക്ഷെ അവിടെയും നമ്മളും ഈശ്വരനും കൂടിയിട്ടുള്ള ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് വരുന്നില്ല. കുറച്ചും കൂടി കഴിഞ്ഞാലോ രഥസ്ഥം കേശവം ദൃഷ്ട്വാ, പിന്നെ പുനർജന്മം ഉണ്ടാവില്ല എന്നാണ്. എന്ന് വെച്ചാൽ നമുക്ക് മോക്ഷം കിട്ടും. കാരണം രഥത്തിലിരിക്കുന്ന ഈശ്വരൻ രഥത്തിൽ ഇളകാതെ ഇരിക്കുമ്പോഴും രഥം ഉരുണ്ടുകൊണ്ടേ പോവുകയാണ്, കാലത്തിലൂടെ മുന്നേറി പോവുകയാണ്. അതിലൂടെ നമ്മളും ഈശ്വരൻ്റെ ഒപ്പം ഇങ്ങനെ പോവുക. എപ്പോഴും നമ്മൾ ഈശ്വരനും നമ്മളും കൂടി മുന്നോട്ടുള്ളൊരു പ്രയാണമാണ്. പുരോഗതിയിലേക്കും ശ്രേയസ്സിലേക്കുമുള്ള പ്രയാണമാണ്, മോക്ഷത്തിലേക്കുള്ള പ്രയാണമാണ്. ഈശ്വരൻ്റെ ഒപ്പമാണ് പോണത്, തിരിച്ചൊരു വരവില്ല. പിന്നെയോ പുനർജന്മമില്ല. കാരണം പിന്നെ നമ്മൾ ഈശ്വരൻ്റെ ഒപ്പം തന്നെയാണ്, അവിടുന്ന് അകന്നു പോകണില്ല. വല്ലാത്തൊരു ശ്ലോകമാണ്, എന്നെ ഒരുപാട് ആകർഷിച്ച ഒരു ശ്ലോകമാണ്. പിന്നെ യോഗസാധനയുടെ രീതിയിൽ നമുക്ക് പാലാഴി മഥനത്തെ നിർവചിക്കാം. ആമ എന്ന് പറയുന്നത്, ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, താന്ത്രിക രീതിയിൽ ശരീരത്തിൻ്റെ ഈശ്വര ചൈതന്യം ഇരിക്കുന്ന അവസാനം അരക്കെട്ടിൻ്റെ ഭാഗത്തുള്ള ഈ ജീവചൈതന്യം, മൂലാധാരം എന്ന് പറയുന്ന ഒരു പൾസ് പോയിന്റ്, ഒരു മർമ്മസ്ഥാനം അല്ലെങ്കിൽ ചക്രം, സാങ്കല്പിക പോയിന്റ് ആണെന്നും അവിടെ നിന്ന് ഈ കുണ്ടലിനി എന്ന് പറയുന്ന ഈ ചൈതന്യം ഉയർന്ന് മുകളിലേക്ക് വന്ന് സുധാ സിന്ധോർ മധ്യേ ഇവിടെ എത്തിക്കഴിഞ്ഞ് സുധാധാരയിലേക്ക് പ്രവഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് കുണ്ടലിനി എന്ന ശക്തി, ശിവൻ എന്ന് പറയുന്ന ഈശ്വരനുമായി സമ്മേളിക്കുന്നു എന്ന് തന്ത്രശാസ്ത്രം പറയുന്നു. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ മൂലാധാരത്തിലെ താഴേക്കുള്ള ശരീരത്തിൻ്റെ വായുദ്വാരത്തിൻ്റെ മുകളിൽ അതിനെ നിബന്ധനം ചെയ്ത് അടച്ചു വെച്ച് ചവിട്ടി കുതിച്ച് മുന്നേറാൻ കഴിയണം. ആ ചവിട്ടി കുതിക്കണമെങ്കിൽ അവിടെ കഠിനമായ ഒരു പ്രതലം വേണം. അവിടെയാണ് ആമ എന്ന പുറന്തോടിന്റെ സങ്കല്പം നമ്മൾ കാണുന്നത്. ആ ആമയിൽ ചവിട്ടി കുതിച്ച് മൂലാധാരത്തെ നിബന്ധിച്ച് ഗണപതി അങ്ങനെയാണ് മൂഷിക വാഹനാവണത്. വായുദ്വാരത്തിന്റെ മുകളിലാണ് മൂലാധാരത്തിലെ ദേവത, അതാണ് ഗണപതി. 70,000 നാഡികൾ തുടങ്ങുന്ന സ്ഥലത്ത് അതീശ ദേവത. ഈ വായുദ്വാരത്തിന്റെ സംസ്കൃത പദമാണ് മൂഷ അല്ലെങ്കിൽ മൂഷിക. അതിന് വായുദ്വാരം എന്നും അർത്ഥമുണ്ട്, എലി എന്നും അർത്ഥമുണ്ട്. നമ്മൾ ഓർക്കാൻ എളുപ്പത്തിന് കോഡ് ഭാഷയിൽ എലിയാക്കി, ഇപ്പൊ സ്ഥിരം എലി വാഹനായി. പക്ഷെ മൂഷ വായുദ്വാരാണ്, വായുദ്വാരത്തിന്റെ മുകളിലാണ്. അവിടെ നിന്നാണ് കുണ്ടലിനി എന്ന് പറയുന്ന വാസുകി, ആ ശക്തി മന്ദരം എന്ന് പറയുന്ന നട്ടലിലൂടെ മുകളിലേക്ക് പോയിട്ട് ഈ അമൃത സ്രവത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ആത്യന്തിക നിർവൃതിയുടെ സത്യസൗന്ദര്യ ആ ശിഖരത്തിലേക്ക് എത്തിക്കുന്ന നിർവൃതിയായി നമുക്ക് ഈ പാലാഴി മഥനത്തെ കാണാം. ഏതായാലും അറിവിനെ തിരിച്ചു പിടുത്ത, വേദത്തെ തിരിച്ചു പിടിച്ച
ഈ മത്സ്യാവതാരത്തിൽ നിന്ന് അറിവിനെ അമൃതമയമാക്കിക്കൊണ്ട് അവസാനത്തെ അറിവെന്ന് പറയുന്ന ഈശ്വര സങ്കല്പം അമൃത സങ്കല്പമാണ്, നിത്യസങ്കല്പമാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ് പാലാഴി മഥനം. അവിടെ നമ്മൾ അതിൻ്റെ ഇടയിൽ ആദ്യം കാണുന്നത് ഹലാഹലം എന്ന കാളകൂടത്തിനെയാണ്. പ്രതിബന്ധമായിട്ട് ആദ്യം കാണുന്ന പ്രോഡക്റ്റ്, ആദ്യം വരുന്ന ഉൽപ്പന്നം കാളകൂടം. ഒരു തുള്ളി മതി ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ ഭൂമി ലോകം മുഴുവൻ നശിക്കും. ആ വിഷത്തെയാണ് നമ്മൾ ശിവന് സമർപ്പിക്കുന്നത്. എന്താ കാരണം? ഏറ്റവും വലിയ വിഷം, ആ വിഷത്തെ ഉൾക്കൊണ്ട് നള്ളിഫൈ ചെയ്ത് വീര്യം കുറയ്ക്കണമെങ്കിൽ അതിലും വലിയ സംഹാരകാരിക്ക് മാത്രമേ കഴിയൂ. അത് ശിവനാണ്. മാത്രവുമല്ല, ശിവൻ ധർമ്മരക്ഷകനാണ്. ശിവന്റെ വാഹനം കാളയാണ്. കാള എന്ന് പറഞ്ഞ വൃഷാണ്, വൃഷം എന്ന് പറഞ്ഞ ധർമ്മമാണ്. അപ്പൊ എവിടെ ധർമ്മമുണ്ടോ അവിടെ ശിവനുണ്ട്, എവിടെ ശിവനുണ്ടോ അവിടെ ധർമ്മമുണ്ട്. അപ്പൊ ധർമ്മരക്ഷയാണ് ശിവന്റെ പൊരുള്. കാളകൂടം കിട്ടുന്നത് പ്രവർത്തനത്തിന്റെ, കർമ്മത്തിന്റെ ഫലമായിട്ടാണ്. നമ്മളെ സംബന്ധിച്ച്, ഭാരതീയരെ സംബന്ധിച്ച് കർമ്മവും ഫലവും ഈശ്വരന് സമർപ്പിക്കേണ്ടതാണ്. അപ്പൊ കർമ്മഫലമായ കാളകൂടത്തെ നമ്മൾ വീണ്ടും സമർപ്പിക്കുന്നത് ഈശ്വരന് തന്നെയാണ്. അങ്ങനെ അത് ഈശ്വരന് സമർപ്പിക്കുമ്പോൾ ഭഗവാൻ എല്ലാം തുല്യാണ്. ഭഗവാന് സർവ്വസമാണ്. വിഷമായാലും ശരി, അമൃതമായാലും ശരി, ഒരുപോലെ ഭഗവാൻ അതിനെ സ്വീകരിക്കുകയും ആ വിഷം ശിവന്റെ കണ്ഠത്തിൽ ചേർന്ന് അതിനെ കൈക്കൊടന്നയിൽ ഏറ്റുവാങ്ങി കുടിച്ച ശിവന്റെ കണ്ഠത്തിൽ അത് നീല നിറമുള്ള ഒരു അടയാളമായി അലങ്കാരമായി മാറുകയും ചെയ്യുകയാണ്. നല്ലതും ചീത്തയും ശിവൻ അലങ്കാരമാണ്. ചന്ദ്രൻ, ഔഷധിയുടെ നാഥനായ ചന്ദ്രൻ മുകളിലിരിക്കുമ്പോൾ കഴുത്തിലെ ഈ വിഷവും അലങ്കാരമായിട്ട് മാറുകയാണ്. ആ വിഷം കഴിക്കുന്ന ശിവൻ നമുക്കൊരു കുടുംബബോധത്തിന്റെ ചിത്രം പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയായിരിക്കണം ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബം എന്ന്. സതി എന്ന്, അന്ന് പാർവതിയല്ല ഭാര്യ, സതി. സതി എന്നാണ് കാളിദാസൻ സതിയെക്കുറിച്ച് പറയുന്നത്. സതീ യോഗ വിശിഷ്ടദേഹ, സതിയായിരിക്കുന്ന സതി, പതിവ്രതയായിരിക്കുന്ന സതി. ആ സതിയോട് പറയുന്നുണ്ട്, നമ്മൾ ധർമ്മം രക്ഷിക്കേണ്ടവരാണ്. ആ ധർമ്മം രക്ഷിച്ചാൽ മാത്രമേ വിഷ്ണുവിന് പ്രീതി ഉണ്ടാകുള്ളൂ. വിഷ്ണുവിന് പ്രീതി ഉണ്ടായാലേ എനിക്കും ബാക്കിയുള്ളവർക്കും സന്തോഷം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ധർമ്മരക്ഷയ്ക്ക് വേണ്ടി, ലോകരക്ഷയ്ക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്താൽ മാത്രമേ, ത്യാഗി മാത്രമേ നാളെ മേൽക്കാലത്ത് ഓർമ്മിക്കപ്പെടുള്ളൂ, ഭാവിയിൽ ഓർമ്മിക്കപ്പെടുള്ളൂ. ഇത് സതിയോട് പറയുമ്പോൾ സതി അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടുകാർ മതി, എൻ്റെ കാര്യം നിങ്ങൾക്ക് ചിന്തയില്ല എന്ന് പറയണില്ല. ഒരാദർശ ഭാര്യയായിക്കൊണ്ട് അതിന് അനുമതി കൊടുക്കുകയും ലോകത്തിന്റെ ദുഃഖം തീർത്തുകൊണ്ട് പ്രഭു എന്ന പദവിക്ക് സർവ്വഥാ യോഗ്യനായി മാറാനുള്ള ഒരു ഭൂമിക ഒരുക്കുകയും ചെയ്യാണ് സതി. അതുകൊണ്ടാണ് കാലാകാലം ഇദ്ദേഹത്തിന്റെ ത്യാഗം ഓർമ്മിക്കപ്പെടുന്നത്. ഓരോ ശിവരാത്രിക്കും നമ്മൾ ഇത് ഓർമ്മിക്കുന്നത് ശിവന്റെ ത്യാഗം കൊണ്ടാണ്. മഹാത്മാഗാന്ധിനെ നമ്മൾ ഓർമ്മിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ പോയിട്ട് കോട്ടും സൂട്ടും ഇട്ടിട്ട് വക്കീൽ പണി നടത്തിയതുകൊണ്ടല്ല, ഗുജറാത്തിലെ ബനിയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടുമല്ല. കോട്ടും സൂട്ടും അഴിച്ചു കളഞ്ഞ നാട്ടിലൂടെ നടന്ന് സാധാരണക്കാരന്റെ ദുഃഖം മനസ്സിലാക്കി അർദ്ധനഗ്നനായി ജീവിച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ടി, സംസ്കാരത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി, രാമരാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം ബലി കഴിക്കാൻ തയ്യാറായത് കൊണ്ടാണ്, ആ ത്യാഗം കൊണ്ടാണ് നമ്മൾ മഹാത്മാഗാന്ധിനെ ഓർമ്മിക്കുന്നത്. ഇന്ന് ക്രിസ്തുമസ് ആണ്. ലോകത്ത് മറ്റൊരു ത്യാഗത്തിന്റെ കഥയുടെ ഓർമ്മ ദിവസമാണിന്ന്. യേശുവിനെ നമ്മൾ ഓർമ്മിക്കുന്നത് അദ്ദേഹത്തിന്റെ യേശുദേവന്റെ പരിത്യാഗശീലവും ആ ത്യാഗശീലം ഉണ്ടായത് കൊണ്ടാണ്. അപ്പൊ ആ ത്യാഗം എന്നും ഓർമ്മിക്കപ്പെടും എന്നുള്ളത്. അവിടെയാണ് ശിവൻ ഒരാദർശ പ്രഭു ആയിട്ട് മാറുന്നത്. ഇനി ഇതിന്റെ ഓരോ തുള്ളി താഴെയൊക്കെ വീണതാണ് വിഷജന്തുക്കളൊക്കെ എടുക്കുന്നത് എന്ന് പറയുന്നു. ലോകത്തൊരിക്കലും തിന്മ മുഴുവനായിട്ട് തുടച്ചു നീക്കാൻ കഴിയില്ല. ഇനി ഒരു ചോദ്യമുള്ളത്, എന്തുകൊണ്ടാണ് വിഷം, കാളകൂടം അല്ലെങ്കിൽ ഹാലാഹലം ശിവന്റെ അടുത്തേക്ക് എത്തിയത് എന്നാണ്. എന്തേ ശിവന്റെ അടുത്തേക്ക് എത്തിയത്? ശിവന്റെ അടുത്തേക്ക് എത്തിയാലും വിഷ്ണുവിന്റെ അടുത്തേക്ക് എത്തിയാലും രണ്ടുപേരും ധർമ്മരക്ഷകരായത് കൊണ്ട് രണ്ടും ഒരുപോലെയാണ്. ശിവനും പ്രകൃതിയെ രക്ഷിച്ചു, വിഷ്ണുവും രക്ഷിച്ചു, രണ്ടുപേരും ഒന്നാണ്. ശിവസ്യ ഹൃദയേ വിഷ്ണു, വിഷ്ണുസ്യ ഹൃദയേ ശിവ എന്നാണ് പറയുന്നത്. പക്ഷെ കാളകൂടം ശിവന്റെ അടുത്ത്, കാളകൂടം സംഹാര പ്രക്രിയയാണ് നടത്തുന്നത്, കൊല്ലുകയാണ് ചെയ്യണത്. വിഷം ജീവജാലങ്ങളെ കൊല്ലുന്നു. ജീവജാലങ്ങളെ കൊല്ലുന്ന വിഷം പക്ഷേ ജീവജാലങ്ങളുടെ ശരീരത്തെയും ജീവിതത്തെയുമാണ് നശിപ്പിക്കുന്നത്. ആത്മാവിനെ നശിപ്പിക്കാൻ കാളകൂടത്തിനും സാധിക്കില്ല. അപ്പോൾ ജീവജാലങ്ങളെ നശിപ്പിച്ചുകൊണ്ട് കാളകൂടത്തിന് എത്താവുന്ന ഒരു പരിമിതിയുണ്ട്. അതാണ് പരേതഭൂമി അല്ലെങ്കിൽ ചുടല അല്ലെങ്കിൽ ശ്മശാനം. ആ ശ്മശാനത്തിലെത്തുന്ന കാളകൂടം തൻ്റെ സംഹാര പ്രക്രിയയിലൂടെ, കൊല്ലൽ പ്രക്രിയയിലൂടെ കാളകൂടത്തിന് എത്താൻ കഴിയുന്ന ആ ശ്മശാനത്തില്, അല്ലെങ്കിൽ ജീവജാലങ്ങൾ മരിച്ച് കത്തിച്ചാമ്പലാകുന്ന ശ്മശാനത്തിൽ എത്തുന്ന കാളകൂടത്തിന് അവിടെ ശരീരത്തിൽ നിന്ന് മുക്തരായ ആത്മാക്കളെ തൊടാൻ പറ്റില്ല. ആ ശ്മശാനത്തിൽ കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന അനന്തതയായ ശിവ തേജസ്സുണ്ട്.
ആ ശിവതേജസ്സിലേക്ക് അവസാനം കാളകൂടത്തിന് എത്തിപ്പെടേണ്ടി വരികയാണ്. അവിടെ കാളകൂടത്തിന്റെ അവസാനമാണ്. ആ അവസാനം ശിവനിൽ തുടങ്ങുകയാണ്. ആ ശിവനിൽ എത്തിക്കഴിയുമ്പോൾ കാളകൂടം ശിവന്റെ കഴുത്തിലെത്തുമ്പോൾ ശ്രീ ആയിട്ട് മാറുകയാണ്. അതാണ് സംസ്കൃതത്തിന്റെ ഒരു പ്രത്യേകത. ശ്രീ എന്നുള്ള വാക്കിന് വിഷം എന്നൊരർത്ഥമുണ്ട്. ശ്രീ എന്ന വാക്കിന്റെ ഒരർത്ഥമാണ് വിഷൻ. അതുകൊണ്ടാണ് ശ്രീകണ്ഠനായിട്ട് മാറിയത്. തിരുവിഴ എന്ന് പറയുന്ന സ്ഥലത്ത്, ചേർത്തലയ്ക്ക് അടുത്തുള്ള തിരുവിഴയിലെ ക്ഷേത്രത്തില് വിഷം കഴിച്ച ഈ നീലകണ്ഠനെയാണ് പൂജിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വിഷം കളയാനും കൈവിഷം കളയാനും ഒക്കെ ഉള്ള ട്രീറ്റ്മെന്റ് നടത്തുന്നത്, വളരെ ഫലസിദ്ധിയുള്ളത്. അപ്പൊ അവിടെ നീലകണ്ഠൻ ശ്രീകണ്ഠനായിട്ട് മാറുക. അങ്ങനെ വരുമ്പോഴോ ശ്രീകാന്തനും, ശ്രീകാന്തനായ വിഷ്ണുവും ശ്രീകണ്ഠനായ ശിവനും ഒന്നായിട്ട് മാറുകയാണ്. ഇംഗ്ലീഷിൽ എഴുതിയ രണ്ടും ഒരേ സ്പെല്ലിംഗ് ആണ്. ഇനി ശ്രീകണ്ഠനും ശ്രീകാന്തനും KANTAN മതി. അപ്പൊ രണ്ടും ഒന്നായിട്ട് മാറുകയാണ്. അപ്പൊ കാളകൂടം എന്ന് പറയുന്നത് ജീവജാലങ്ങളെ നശിപ്പിച്ചാൽ അതിന്റെ പ്രഭാവം കഴിഞ്ഞ് ശിവനിലെത്തുകയാണ്. ഇനി ഇത് എന്തേ ഈ കണ്ഠത്തിൽ മാത്രം നിന്നത്? സാധാരണഗതിക്ക് വിഷം കഴിച്ച ശരീരത്തിൽ മുഴുവൻ പടരണം. ശിവൻ വെളുത്ത ആളായതുകൊണ്ടാണ് കഴുത്തിലെ നീലനിറം വ്യക്തമായി കണ്ടതെന്ന് പറയാതെ ഇവിടെ പറയുന്നുണ്ട്. എന്തേ ശരീരത്തിൽ മുഴുവൻ നീലനിറം വ്യാപിച്ചിട്ട് ശിവൻ വിഷ്ണുവിൻ്റെ മാതിരി നീലനിറത്തിലാവാതിരുന്നേ? അവിടെയാണ് വിഷമല്ലാതാകുന്ന താന്ത്രികമായ ഒരു വ്യാഖ്യാനം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കണ്ഠം എന്ന് പറയുന്നത് താന്ത്രികമായ വ്യാഖ്യാനത്തിൽ വിശുദ്ധി ചക്രം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇവിടെ നിന്നാണ് നാദബ്രഹ്മത്തിന്റെ ശബ്ദം പുറത്തേക്ക് വൈഖരിയായിട്ട് വരുന്നത്. നാദബ്രഹ്മത്തിന്റെ പൊരുളാണ് ശിവൻ. ഈ ശിവന്റെ കണ്ഠം എന്ന് പറയുന്ന, കഴുത്ത് എന്ന് പറയുന്ന സ്ഥലം അദ്ദേഹത്തെ സംബന്ധിച്ച് വിശുദ്ധി ചക്രം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. വിശുദ്ധി ചക്രം പഞ്ചഭൂതം തുടങ്ങുന്ന സ്ഥലം. ശരീരത്തില് പഞ്ചഭൂതാത്മകമായ ഈ ശരീരം അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ശരീരത്തില് ആകാശത്തിൽ നിന്നാണ് വായു ഉണ്ടാവുന്നത്, വായുവിൽ നിന്നാണ് അഗ്നി ഉണ്ടാകുന്നത്, അഗ്നിയിൽ നിന്നാണ് ജലം ഉണ്ടാകുന്നത്, ജലത്തിൽ നിന്നാണ് മണ്ണ് അല്ലെങ്കിൽ പൃഥിവി ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഒരു ഗ്രഡേഷൻ, നൈരന്തര്യം എന്ന് പറയുന്നത്, മൂലാധാരം എന്ന് പറയുന്ന അടിത്തട്ടിൽ പൃഥിവി തത്വമാണ്. അവിടെ 5 ഭൂതങ്ങളുണ്ട്. കാരണം ഒന്നിന്ന് മറ്റൊന്നുണ്ടായി അതിൽ നിന്ന് മറ്റൊന്നുണ്ടാകുമ്പോൾ എല്ലാറ്റിൻ്റെയും കുറേ സ്വഭാവം ഈ മൂലാധാരത്തിലെത്തുന്നുണ്ട്. പക്ഷേ പൃഥിവി ഭൂമിയുടെ സ്വഭാവമാണ്, ഭൗതിക സ്വഭാവമാണ്. അതിൻ്റെ മുകളിലാണ് ജലം. അപ്പൊ ജലം എന്ന് പറയുന്ന അവസ്ഥയിൽ ഭൂമിയില്ല, ജലേ ഉള്ളൂ. അവിടെ 4 എണ്ണേ ഉള്ളൂ. മൂലാധാരത്തില് 5 ഭൂതങ്ങളുണ്ട്. 5 ഭൂതങ്ങളുള്ള പഞ്ചഭൂതാത്മകമായ ശരീരത്തെയാണ് കാളകൂടം നശിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുകളിലെത്തുമ്പോൾ അവിടെ ജലേ ഉള്ളൂ, അവിടെ 4 ഉള്ളൂ. അതാണ് ഈ ലളിതാ സഹസ്രനാമത്തിലെ 5 മുഖമുള്ള ദേവചൈതന്യത്തിനെയൊക്കെ പറയണ ഈ സപ്ത മാതൃകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ, സാഗിനി ഡാഗിനി എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പൊ ചതുർവക്ത്ര മുഖാണ് അതിൻ്റെ മുകളിൽ സ്വാധിഷ്ഠാനാകുമ്പോൾ, അത് കഴിഞ്ഞ് വരുമ്പോൾ അഗ്നിയാകുമ്പോൾ അവിടെ 3 ഉള്ളൂ. അനാഹതം ഹൃദയത്തിൻ്റെ ഭാഗത്താകുമ്പോഴത്തേക്ക് വായു, ആകാശവും വായു 2 ഉള്ളൂ. ഇതിൻ്റെ വിഡ്രോവലാണ്, പിന്നാക്കം പോവുകയാണ്. ഓരോന്നില്ലാതെ തിരിച്ചു പോക്കില് അവസാനം വിശുദ്ധി എന്ന് പറയുന്ന കണ്ഠത്തിലെത്തുമ്പോൾ അവിടെ ആകാശം മാത്രമേ ഉള്ളൂ, പഞ്ചഭൂതങ്ങളില്ല, തുടങ്ങിയിട്ടില്ല പഞ്ചഭൂതങ്ങള്. അപ്പൊ പഞ്ചഭൂതങ്ങളെ നശിപ്പിച്ച് പഞ്ചഭൂതങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് വിഷം പോണത്. ആ പഞ്ചഭൂതങ്ങളില്ലാത്ത അവസ്ഥയിൽ വിഷത്തിന് നിലനിൽപ്പുള്ളൂ. കാരണം പഞ്ചഭൂതങ്ങളെ നശിപ്പിച്ചിട്ടാണ് വിഷം അങ്ങോട്ട് കയറുന്നത്. അപ്പൊ പഞ്ചഭൂതങ്ങളില്ലാത്ത വിശുദ്ധി ചക്രം എന്ന് പറയുന്നത് ഒരു ആദർശ സ്ഥാനമാണ് ഒരു വിഷത്തെ വിന്യസിക്കാറുള്ളത്. അതുകൊണ്ടായിരിക്കണം ശിവന്റെ ശരീരത്തിൽ പടരാതെ ശിവന്റെ കണ്ഠത്തിൽ ഈ വിഷം ഒതുങ്ങി നിന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഈ വിഷം അത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. കാമധേനു ഉണ്ട്, ഉച്ചൈശ്രവസുണ്ട്, കൗസ്തുഭം, ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ ഉമാകേരളത്തിൽ പറയും, രാജാവിനെ കൊണ്ട് ഉള്ളൂർ പറയിപ്പിക്കുന്നുണ്ട്, കൗസ്തുഭം കമലഭൂമി വന്നകം നിസ്തുലായുധഗണം മഹാഖഗം അസ്തു സർവം, ഇവനൊട്ടും ഇത്തരം വസ്തു വേണ്ട, ഒടുവിൽ മുക്തി പോരുമേ. ആ മുക്തിയുടെ വഴിയിൽ 8ാമത് വരുന്ന സാധനമാണ് ശ്രീദേവി, ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി. തതശ്ചാവിരഭൂൽ സാക്ഷാൽ ശ്രീരമ ഭഗവൽപര. എൻ്റെ അമ്മയുടെ അമ്മയും ഈ ഭാഗവതം സ്ഥിരമായിട്ട് വായിച്ചിരുന്നവര് ഈ വരി ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഓർമ്മിപ്പിക്കുകയും ഈ ഒരൊറ്റ വരി കാരണമാണ് എനിക്ക് രമ എന്ന പേരിട്ടതെന്നും പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത വരിയാണ് ശ്രീരമ ഭഗവൽപര. അങ്ങനെ ഒന്നും ആവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട്, ഇവിടെയെങ്കിലും ഇരിക്കാനുള്ള ഈ ഒരു ഭാഗ്യം സിദ്ധിച്ചത് അമ്മ ആ പേരിട്ടത് കൊണ്ടും അമ്മയും അമ്മമ്മയും ആ ഭാഗവതം വായിച്ചത് കൊണ്ടുമാണോ എന്ന്. അവർ വായിച്ച ആ ഭാഗവതം ഇന്നലെ രാത്രി കൂടി മറിച്ച് നോക്കുമ്പോൾ എനിക്ക് വൈകാരികമായിട്ട് കണ്ണുനീരോടെ ഞാൻ ഓർക്കാറുണ്ട്. ആ രമ എന്ന വാക്ക്, ശ്രീരമ ഭഗവൽപര. രമ രമിപ്പിക്കുന്നവളാണ്, സന്തോഷിപ്പിക്കുന്നവളാണ്. ആ ശ്രീ ഐശ്വര്യത്തിന്റെ പ്രതി, കനകധാര തരുന്ന വെറും സ്വർണവും സമ്പത്തും തരുന്നയാളല്ല ശ്രീ.
സന്തോഷമാണ് ഏറ്റവും വലിയ ധനം, മനസ്സമാധാനമാണ് ഏറ്റവും വലിയ ധനം. അത് തരുന്ന, സന്തോഷം തരുന്ന, ഐശ്വര്യം തരുന്ന ദേവി. ആ ദേവി എല്ലാ ഗുണഗണങ്ങളും തികഞ്ഞ ആൾക്കാരെ നോക്കി ഓരോരുത്തരെ മാറ്റി 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 അവസാനം വിഷ്ണുവിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. കാരണം സുമംഗല കശ്ച ന കാംക്ഷദേഹിമാം, സുമംഗലനാണ്, എല്ലാ ഗുണം തികഞ്ഞവരാണ്, പക്ഷെ എന്നെ ആഗ്രഹിക്കുന്നില്ല. അവിടെയാണ് ആ ഡിമാൻഡ്. എനിക്ക് അങ്ങോട്ട് ഇഷ്ടമാണ്, പക്ഷേ എന്നെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഔന്നത്യമാണ്. നമുക്ക് എപ്പോഴെങ്കിൽ കിട്ടാത്തവർക്ക് കയറി പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ ശ്രീദേവി വിഷ്ണുവിൻ്റെ മാറിൽ, വിഷ്ണുവിൻ്റെ ഭാഗമായി, വാമഭാഗമായി ചേരുകയാണ് വിഷ്ണുവിൻ്റെ മാറിൽ. ആ ഐശ്വര്യം, ആ ശ്രീദേവി രമിപ്പിക്കുന്നവളാണ് എല്ലാവരെയും. ആ രമിപ്പിക്കുന്ന ശ്രീദേവി അല്ലെങ്കിൽ ആ ഐശ്വര്യം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വിഷ്ണു ഉണ്ടായിരിക്കണം, ഈശ്വരൻ ഉണ്ടായിരിക്കണം. കാരണം ഈശ്വരന്റെ മനസ്സിലാണ് ദേവി ഇരിക്കുന്നത്. ആ ദേവി നമുക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ ആ ദേവി ഉള്ള ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അപ്പൊ ഈശ്വര ഭക്തിയിലൂടെ മാത്രമേ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയെ കീഴടക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. മാത്രവുമല്ല, വിഷ്ണുവിലാണ് ലക്ഷ്മി ഇരിക്കുന്നത്. വിഷ്ണു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? വിഷ്ണു വ്യാപിക്കുന്നത്, എല്ലായ്പ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ഇളകിക്കൊണ്ടിരിക്കുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന തരംഗരൂപത്തിൽ നിന്നോന്നതമായി ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു തരംഗ ചൈതന്യത്തിൽ ശ്രീ വിലയം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ അസ്ഥിരയാണ്, ചഞ്ചലയാണ്. ഒരു ഭാഗത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഒരാൾക്ക് ഐശ്വര്യത്തെ കൂടുതലായി സ്വന്തമാക്കി വെക്കാനും പറ്റില്ല. ലക്ഷ്മി അസ്ഥിരയാണ്. ലക്ഷ്മി സ്തോയ തരംഗ പങ്കചപല എന്ന് അതുകൊണ്ടാണ് ശങ്കരാചാര്യരും പറഞ്ഞത്. അപ്പൊ ആ ചപലയായ, ചഞ്ചലയായ ഐശ്വര്യം, ഒരിടത്ത് മാത്രം നിൽക്കാൻ ആഗ്രഹിക്കാത്ത ലക്ഷ്മിയെ നമ്മുടെ ഉള്ളിൽ നിലനിർത്തണമെങ്കിൽ, നമ്മളിൽ നിലനിർത്തണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ നിലനിർത്തണമെങ്കിൽ നമ്മുടെ മനസ്സിൽ വിഷ്ണു ഉണ്ടായിരിക്കണം. എപ്പോഴൊക്കെ വിഷ്ണു കൂടുതൽ ജാജ്വല്യമാനമായി നമ്മുടെ മനസ്സിലുണ്ടോ അപ്പോഴൊക്കെ ലക്ഷ്മിയും ഐശ്വര്യ ദേവതയായി നമ്മുടെ കൂടെ ഉണ്ടാകും എന്നതാണ് അതിൻ്റെ തമാശ. അപ്പോൾ സന്തോഷമാണ് ധനം. അങ്ങനെ ലക്ഷ്മി, അതിനുശേഷം വരുന്നതോ വാരുണി ദേവിയാണ്. വാരുണി ദേവി കന്യകയും മദ്യത്തിൻ്റെ ദേവതയായിട്ടാണ് വരുന്നത്. ആ ദേവതയെ സ്വീകരിക്കുന്നത് അസുരന്മാരാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതാണ്, ഇന്ന് അസുര സ്വഭാവത്തിലേക്കാണ് കേരളം പോകുന്നത്. കാരണം മദ്യം പാടില്ല, മദ്യവർജനം വേണം, മദ്യനിരോധനം വേണമെന്ന് ഒരു ഭാഗത്ത് കൊട്ടിഘോഷിക്കുകയും അതിനുശേഷം ആ മദ്യശാലകൾ നാട്ടുകാർക്ക് തുറന്നു കൊടുക്കുകയും ഒരു ഒഴിവ് ദിവസം പോലും വേണ്ട, അന്നും കൂടി നിങ്ങൾ കുടിച്ചോളൂ എന്ന് പറഞ്ഞ് ബാറ് തുറക്കുകയും ചെയ്താൽ എങ്ങനെയാണ് മദ്യനിരോധനം നടപ്പാക്കുക? മദ്യം കഴിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുകയും മദ്യം കഴിക്കുന്ന ഒരു ജനതയ്ക്ക് പച്ചക്കൊടി കാണിക്കുകയും ചെയ്താൽ ആ ജനത സ്വബോധം നഷ്ടപ്പെടുന്നവരാവില്ലേ? എള്ളോളം പള്ളേ ചെന്ന ഭൂലോകം തവിട് പൊടിയുന്നതാണ്. ആ ഭൂലോകം തവിട് പൊടിയാകുന്ന അവസ്ഥയിലേക്ക് അമ്മയും പെങ്ങളും വ്യത്യാസമില്ലാത്ത ഒരു ദുഷിച്ച മനസ്സിലേക്ക് മനുഷ്യനെ മാറ്റുന്നതാണ് മദ്യം. ആ മദ്യമാണ് അസുരന്മാർ സ്വീകരിക്കുന്നത്. ആ അസുരന്മാരുടെ മനസ്സിനാണ് മോശം. അപ്പൊ അസുര മനസ്സ് ഉണ്ടാക്കിയെടുത്ത് ദൈവീകത മാറ്റി ആസുരീയത നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരുന്ന മദ്യമാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നത്. മദ്യത്തിൻ്റെ പേരിലാണ് ജീവന്റെ വില കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം പോലും മദ്യത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭരണാധികാരികൾ പോലും മദ്യത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വാരുണി ദേവി പോയി മദ്യം കൊണ്ടുപോയ ആ അസുരന്മാർക്ക് എന്താണ് സംഭവിച്ചത്? പരാജയം. ആ പരാജയം നമുക്ക് വേണോ? അതോ നമ്മുടെ അമ്മമാരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഭാവി തലമുറയെ സംസ്കാരത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ നമ്മുടെ കേരളത്തിലെ മദ്യനിരോധനം വേണോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ മാതൃസമിതി ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഞങ്ങൾ സ്റ്റിക്കർ ഒട്ടിച്ച് മദ്യത്തിനെതിരെ ഒരു വിപ്ലവം തന്നെ നടത്താൻ ശ്രമിച്ചതുമാണ്. അപ്പോഴാണ് മദ്യനിരോധനം ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ തൽക്കാലം സ്റ്റാഗ്നന്റ്. അപ്പോൾ ഇതൊരു അവസ്ഥയാണ്. നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിനെയാണ് പഴയ വ്യാസഭഗവാന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, ആ വാക്കുകളിൽ നമ്മൾ കാണുന്നത് വരാൻ പോകുന്നതിലേക്കുള്ള ഒരു കവണയേറ് എന്ന് നമുക്ക് പറയാം. ഇനി ഇത് കഴിഞ്ഞു, നമുക്കറിയാം ധന്വന്തരി മൂർത്തി പ്രത്യക്ഷപ്പെട്ടു. ധന്വന്തരി മൂർത്തി പ്രത്യക്ഷപ്പെട്ടിട്ട് അമൃതകുംഭവുമായിട്ട് വന്നു. അമൃതാപൂർണ കലശം ബിഭ്രത് വലയഭൂഷിത സവൈ ഭഗവത സാക്ഷാൽ വിഷ്ണോരംശാംശ സംഭവ ധന്വന്തരി രീതിഖ്യാത ആയുർവേദ ദൃക് ഇജ്യഭാക്. യജ്ഞ ഭാജിയായ ആ സാക്ഷാൽ ധന്വന്തരി അമൃതം കൊണ്ട് വന്നപ്പോൾ എന്താ ഉണ്ടായി നമുക്കറിയാം. ആ അമൃതം
അസുരന്മാർ കട്ടെടുക്കുകയും പിന്നീടുണ്ടായ പുകിലും നമുക്കറിയാലേ മോഹിനി വേഷം ധരിച്ച് ഭഗവാന് വരേണ്ടി വരുന്നു. മോഹിനി വേഷം ധരിച്ച് വന്ന ഭഗവാനാണ് പിന്നീട് ആ അമൃതിനെ തിരിച്ചെടുത്ത് ദേവന്മാർക്ക് മാത്രം കൊടുക്കുക, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, ദേവന്മാർക്ക് മാത്രം വിളമ്പി കൊടുക്കുകയും അസുരന്മാർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത്. വേണമെങ്കിൽ സാധാരണ നമ്മുടെ ഈശ്വരന്മാരെ രാമനെയും ഒക്കെ കുറ്റം പറയണത് പോലെ വേണമെങ്കിൽ പറയാം, എന്തേ ഇവരൊക്കെ കൊടുക്കത്ത, ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ അർഹത അവരാദ്യമേ നഷ്ടപ്പെടുത്തിയിരുന്നു. മോഹിനിയായിട്ട് എന്തുകൊണ്ടാണ് വരേണ്ടി വന്നത്? ഭഗവാൻ പിന്നീട് ശിവനോട് പറയുന്നുണ്ട്, മോഹിനിയായി ഞാൻ വരേണ്ടി വന്നത് ഒരു സ്ത്രീയായി സ്ത്രൈണത ഉപയോഗപ്പെടുത്തി രാജ്യതന്ത്രപരമായി കാര്യങ്ങളെ അവലോകനം ചെയ്ത് ഒരു നല്ല പരിഹാരത്തിലെത്തിക്കാനാണ്. മോഹിനി അസുരന്മാരെ വശീകരിക്കുകയാണ്. അവരിൽ ഏറ്റവും വീഴുന്നതാരാ? വാരുണി ദേവിയാൽ ആകൃഷ്ടരായ മദ്യാസക്തിയുള്ള മദിരേ മദിരാക്ഷി എന്ന് പറയും. അപ്പൊ വാരുണി ദേവിയാൽ ആകൃഷ്ടരായാൽ മോഹിനിയാൽ വശീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഭഗവാൻ മോഹിനിയായിട്ട് ഭഗവാൻ തന്നെ പറയണം, ഞാൻ സ്വേച്ഛാചാരിണിയാണ്, എൻ്റെ വാക്ക് നിങ്ങൾ എന്തിനാ വിശ്വസിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഒരു മുൻകൂർ ഞങ്ങൾ എന്തായാലും വിശ്വസിക്കും. ഇതാണ്, അങ്ങനെയാണ് ഇത് ഭഗവാൻ സൂചന പറയാണ്. ഇങ്ങനെയൊക്കെ സ്ത്രീ സൗന്ദര്യത്തെ ഉപയോഗിക്കാം, നല്ല രീതിയിലും ഉപയോഗിക്കാം. പക്ഷെ ഇത് തന്നെ പിന്നീട് മോശമായ രീതിയിൽ ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അവിടെയാണ് സരിതോർജത്തിന്റെ കഥകളൊക്കെ നമ്മൾ കേൾക്കണത്. പല ഊർജത്തിന്റെ കഥകളും നമ്മൾ ഇന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. എന്തിനാ? നമ്മുടെ പെൺകുട്ടികൾ ആലുവ ഭാഗത്തൊരു വലിയ പോസ്റ്ററുണ്ട്, വലിയ ഫ്ലെക്സ്, 3 ഫുൾ സൂട്ടിലുള്ള പുരുഷന്മാരും ഒരു പെൺകുട്ടിയാണ് ചിത്രത്തില്. പെൺകുട്ടി ഒരു ചെറിയ ചന്തി മറയാത്ത പാവാട ഇട്ടിട്ടുണ്ട്, പൊക്കിൾ വരെ എത്തുന്ന ഒരു ചെറിയ ഷർട്ടുണ്ട് കയ്യില്ലാത്ത. ഈ ഷർട്ടിൻ്റെ എനിക്ക് ഇവിടെ പറയാൻ വിഷമമുണ്ട്, മുൻഭാഗം മുകളിലേക്ക് കയറ്റി വെച്ചിട്ടും ഉണ്ട്. പരസ്യത്തിൻ്റെ വാചകം ഇതാണ്, അപ്ഡേറ്റ് യുവർ ലൈഫ് സ്റ്റൈൽ. നിങ്ങളുടെ ജീവിത ശൈലിയെ അപ്ഡേറ്റ് ചെയ്യുക, നവീകരണം എന്ന് വെച്ചാൽ ഈ കുപ്പായം പൊന്തിക്കുന്നതാണ് ഒരു സ്ത്രീ സമൂഹത്തിന് കൊടുക്കാവുന്ന ലൈഫ് സ്റ്റൈൽ എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ സൂചനകളാണ് നമ്മൾ നേരത്തെ കാണുന്നത്. എവിടെ എത്തി നമ്മുടെ സ്ത്രീകൾ? സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞില്ല. ഇല്ലാത്ത നഷ്ടപ്പെടാത്ത സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി നമ്മൾ. എന്നിട്ട് ചുംബന സമരത്തിലെത്തി നമ്മുടെ പെൺകുട്ടികൾ. ആർക്കും കാണിച്ചു കൊടുക്കാവുന്ന മുഖം, ആർക്കും ചുംബനം കൊടുക്കാവുന്ന, ആരുടെ ചുംബനവും ഏറ്റുവാങ്ങാവുന്ന, തെരുവിലെ ചെണ്ടകളെ പോലെ ആർക്കും കൊട്ടാവുന്ന പാവകളായി നമ്മുടെ പെൺകുട്ടികൾ മാറുകയാണ്. നമ്മുടെ പെൺകുട്ടികളെന്ന് ഞാൻ പറയുമ്പോൾ ഹിന്ദു പെൺകുട്ടികളെന്ന് പറയാൻ എനിക്ക് വിഷമമുണ്ട്, പക്ഷെ പറയാതെ നിവൃത്തിയില്ല. കാരണം മുസ്ലിം കുട്ടികൾ പർദ്ദയിട്ട് നടക്കുന്ന കുട്ടികൾ നാട്ടുകാർക്ക് ചുംബനത്തിന് ഉമ്മ വയ്ക്കാൻ മുഖം കൊടുക്കില്ല. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഉമ്മ വയ്ക്കലും ഡാൻസ് ചെയ്യലൊക്കെ അവരുടെ സംസ്കാരത്തിന് എവിടെയൊക്കെയോ ഒരു പരിധിവരെ അനുവദനീയമാണ്. അവർക്കൊരു ഫ്രീ ലൈഫാണ് പടിഞ്ഞാറൻ നാടുകളിലെ സെമറ്റിക് മത വിശ്വാസികളുടെ ഇടയിൽ. പക്ഷെ ഭാരതത്തിൽ അങ്ങനെയായിരുന്നില്ല. പതിവ്രത എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു, സംസ്കാര സമ്പന്ന എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കുട്ടികൾക്ക് ആദർശ രൂപത്തില് കുട്ടികൾക്ക് പാഠം പഠിഞ്ഞു കൊടുത്ത് മാതൃകാ ജീവിതം കൊടുക്കുന്ന ഒരു സ്ത്രീയുടെ സങ്കല്പം ഉണ്ടായിരുന്നു നമുക്ക്. ആ സങ്കല്പത്തിൽപ്പെട്ട കുട്ടികളാണ് ഇന്ന് നാട്ടുകാരെ ബെഡ്റൂമിൽ ചെയ്യേണ്ട കാര്യം പരസ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. അവിടെ വരുന്ന ഏതെങ്കിലും പുരുഷന്റെ ഭാര്യയോ പെങ്ങളോ മറ്റൊരാൾക്ക് ചുംബിക്കാൻ കവിള് കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചോദിക്കൂ. ഇന്നിപ്പോൾ തമാശ പറയണ കേട്ടു, ഹിന്ദു പെൺകുട്ടികൾ ഇങ്ങനെ ഇറങ്ങുക, അവരുടെ ചുംബനം ഏറ്റുവാങ്ങാൻ മലപ്പുറത്തുനിന്ന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ പെൺകുട്ടികളുടെ വിവാഹം കഴിക്കാൻ കൂടെ പോയി ചുംബിക്കാൻ നടന്ന ആൾക്കാർ തയ്യാറാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ പറയുന്നൊരു വാക്കാണ് അൺപാർലമെന്ററിയാണ്, പുറമ്പോക്ക് എന്ന് പറയും. അങ്ങനെയാണ് പറയുക. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ കുട്ടികൾ ഇതാണ് സ്വാതന്ത്ര്യം എന്ന് വിചാരിച്ച് മതിക്കുകയാണ് ചെയ്യണത്. അവിടെയാണ് വാരുണിയിലൂടെ ജീവിച്ചുകൊണ്ട് ഭഗവത്പരയായ ശ്രീരമയെ മറന്നുകൊണ്ട് യഥാർത്ഥ സന്തോഷം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ആരോ പറയുന്ന ജൽപ്പനങ്ങളുടെ പുറകിൽ തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുന്നവരായി നമ്മുടെ പെൺകുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ ഭാഗവതം തരുന്ന സംസ്കാരം, ഭാരതം തരുന്ന സംസ്കാരം, രാമായണം തരുന്ന സംസ്കാരം നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചില്ല എന്നതാണ്. വീട്ടിൽ നിന്ന് നമുക്ക് അവർക്കൊരു സംസ്കാരം കൊടുക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ഇത്രയും പേര് ഇത് കേൾക്കുന്നുണ്ട്. എത്ര പേര് ഇവിടെ കേൾക്കുന്ന ഈ 10 ദിവസം ഇവിടെ നടക്കുന്ന ഇവിടെ കേൾക്കുന്ന തത്വങ്ങള്, അതിലെ പൊരുളുകൾ, അതിലെ സൂചനകൾ, അതിലെ നിർദ്ദേശങ്ങൾ, അതിലെ പാഠങ്ങള് വീട്ടിലെ പേരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പേരക്കുട്ടികൾക്ക്, മക്കൾക്ക് പോലെയല്ല, പേരക്കുട്ടികൾക്ക് കൊടുക്കണം. കുരുന്നു കുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ ഇറ്റ് ഇസ് ടു ലേറ്റ്, ബട്ട് ബെറ്റർ ലേറ്റ് ദൻ നെവർ. വൈകിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, വൈകിയാലും മറുമരുന്ന് സമൂഹത്തിന് കൊടുക്കേണ്ട കാലം അതിക്രമിച്ച് നമ്മുടെ കുട്ടികൾക്ക് അച്ഛൻ, അമ്മ, ഏട്ടൻ
ഏടത്തി എന്നൊക്കെ പറയുന്ന കുടുംബ ബന്ധങ്ങളെ കുറിച്ച് മനസ്സിലാക്കൂ. ഗുരുവായൂർ നടക്കില് നട തള്ളാനുള്ള ആൾക്കാരാണ് വീട്ടിലെ വൃദ്ധന്മാര് എന്ന് പത്രങ്ങളും ചാനലുകളും കൊടുക്കുന്ന സജഷൻസിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സ്നേഹത്തിന്റെ ഭാഷ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ? നല്ല വാക്ക് പറയാൻ, നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാക്കണം, കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം എന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? വീട്ടിൽ പറയുന്ന വാക്കുകളാണ് നമ്മുടെ കുട്ടികൾ അവരുടെ വേദവാക്യങ്ങളായി കൊണ്ട് ഒരു ചെറിയ ഉദാഹരണം പറയാം. അതിലും ഒരു ഇത്തിരി അൺപാർലമെന്ററി. ഒരു 80 വയസ്സായ ഒരു മാഷ് വടകരയിലെ, എൻ്റെ ഭർത്താവിൻ്റെ മാഷാണ് അദ്ദേഹം. ഒരു 15 കൊല്ലം മുമ്പ് കുട്ടികളെ എഴുത്തിനിരുത്തുകയാണ്. ഒരു 2.5 വയസ്സായ കുട്ടി അവിടെ എഴുത്തിനിരിക്കാൻ മടിയിലിരുത്തുന്നുണ്ട്. വളരെ സാധാരണ ഫാമിലിയിൽ നിന്ന് വരുന്നൊരു കുട്ടിയാണ്. ഈ കുട്ടീനെ മടിയിൽ വെച്ച സമയത്ത് ആചാനബാഹുവായ വയസ്സനായ ഈ മാഷ് യാച്ചി എന്ന് പണ്ടൊന്ന് തുമ്മി. അല്ലെ, ചിലരൊക്കെ ഭയങ്കര ശബ്ദത്തിലാണല്ലോ തുമ്മ. വളരെ ഉറക്ക ഇദ്ദേഹം തുമ്മി, യാച്ചി എന്ന് പണ്ടൊരു തുമ്പൽ തുമ്മി. മടിയിലിരിക്കുന്ന കുട്ടി അപ്പം പറയുകയാണ്, അറിയാണ്ട് കുട്ടിയുടെ വായെന്ന് വന്ന വാക്ക് ഇവിടെ മയക്കെ പറയാൻ പാടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, സന്ദർഭോചിതമായതുകൊണ്ട് മാത്രം, പേടിച്ച് പോയല്ലോടെ നായിൻ്റെ മോനെ എന്ന്. അവനാണ് എഴുത്തിനിരിക്കാൻ പോണ, ഹരിശ്രീ കുറിക്കാൻ പോണത്. അവന് കിട്ടിയ സംസ്കാരം എന്താണ്? അവന് കിട്ടിയ ഭാഷ എന്താണ്? വാക്ക് ഈശ്വരനാണ്. വാക്ക് മണക്കുന്നു, ഇനിക്കുന്നു. വാക്ക് എന്നെ നോക്കി ചിരിക്കാൻ വിളക്ക് കത്തിക്കുന്നു, ഇക്കിളിയാക്കുന്നു, നാദമായി വന്നെന്നെ അക്കരെ അക്കരെ കൊണ്ടുപോകുന്നു. ഈശ്വരനായ വാക്ക്. ആ വാക്കിന്റെ നന്മയുടെ വാക്കുകളല്ല, സബ് സ്റ്റാൻഡേർഡ് ഭാഷയാണ് ആ കുട്ടിക്ക് കിട്ടിയത്. കുട്ടിക്ക് വീട്ടിൽ സംസ്കാരം കിട്ടി. ഇനി ഒരു ചെറിയ ഉദാഹരണം കൂടി പറയാം. എനിക്കറിയുന്നത് എൻ്റെ വീട്ടിലെ കാര്യമായതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഉദാഹരിക്കാൻ പറ്റും. എൻ്റെ പേരക്കുട്ടിയുണ്ട് കല്യാണി. ആരോ ചോദിച്ചു കല്യാണി വന്നില്ലേന്ന്. ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ഇപ്പം അടുത്ത് ജോലി കിട്ടിയപ്പോൾ അവിടെ തന്നെ ഞാനിങ്ങനെ പറഞ്ഞയക്കുകയാണ്. കോളേജിൽ ജോലി കിട്ടി ദൈവാധീനം കൊണ്ട്. അപ്പോൾ ഈ കുട്ടീനെ മടിയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഉണ്ണിക്ക് ജോലി കിട്ടാൻ ഞാൻ കുറേ കൊല്ലം കഴിയണ്ടേ, അപ്പോഴേക്ക് അമ്മമ്മ എന്നും ഉണ്ടാവില്ല എന്നാ തോന്നണ കേട്ടുവോ ഉണ്ണീനെ പറഞ്ഞയക്കാൻ എന്ന് പറഞ്ഞു. കുട്ടി വളരെ സ്നേഹത്തോടെ എന്നെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയൊക്കെ തന്നിട്ട് പറഞ്ഞു, അപ്പോഴേക്ക് അമ്മമ്മ കാക്കിയാവുമല്ലേ, അപ്പോഴേക്ക് അമ്മമ്മ കാക്കിയാവുമല്ലേ പറഞ്ഞു. അത്രയും പറഞ്ഞു. എനിക്ക് സന്തോഷമായി. എൻ്റെ മരണം ഓർത്തിട്ടല്ല, പക്ഷേ മരണവും ആത്മാവും കാക്കയും ഒക്കെ ആയിട്ട് സമ്മേളിക്കുന്ന ഒരു സംസ്കാരം എവിടെയോ എൻ്റെ ഉമ്മറത്തിണ്ണയിൽ ഇരുന്ന് ഞങ്ങൾ പറഞ്ഞത് കുട്ടിക്ക് കേൾക്കാൻ ഇട വന്നത്, കുട്ടിക്ക് ഒരു ഭാഷ കൊടുത്തു. കുട്ടി അറിയാതെ പറയുന്ന ഒരു പദാവലി അവിടെ ആ കുട്ടിക്ക് കിട്ടുകയാണ്. ഇത് ഈ ഒരു വാക്കേ എൻ്റെ പേരക്കുട്ടിക്ക് കിട്ടിയുള്ളൂ. പക്ഷേ ഇത്തരം വാക്കുകൾ അല്ലേ, പണ്ടൊക്കെ നമ്മൾ ബാല്യസുഗ്രീവ യുദ്ധം, വാലുമതി, ഈ വാക്കുകളൊക്കെ പറയും. അപ്പം രാമായണ കഥ കുട്ടികൾക്ക് വീട്ടിൽ നല്ല ഹൃദയസ്ഥാണ്. നമുക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒരിക്കൽ കൂടി സ്വപ്ന സുന്ദരമായ, സുരഭിലമായ, ശാദ്വലമായ ആ സാംസ്കാരിക ഭൂമികയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇറക്കി വയ്ക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഭാരതീയരാണ് എന്ന് പറയുന്നതിൽ, വായിക്കുന്നവരാണ് എന്ന് പറയുന്നതിൽ, കേൾക്കുന്നവരാണ് എന്ന് പറയുന്നതിൽ, അനുഭവിക്കുന്നവരാണ് എന്ന് പറയുന്നതിൽ, അനുഭൂതി ഉൾക്കൊള്ളുന്നവരാണ് എന്ന് പറയുന്നതിൽ ഒരു കാൽ കഴഞ്ചെങ്കിലും അർത്ഥം കണ്ടെത്താൻ നമുക്ക് സാധിക്കുള്ളൂ. അതായിരിക്കട്ടെ നമ്മുടെ സാധന. മോഹിനി വിളമ്പിക്കൊടുത്തു, മോഹിനിയുടെ രൂപം കാണാൻ ഈശ്വരൻ, ശിവൻ ആകർഷണം പ്രകടിപ്പിച്ച്, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ കഥയിലേക്ക് ഒരു ഈശ്വരനെ പോലും മോഹിക്കുന്ന മെയ്യഴക് മോഹിനി ഉപയോഗിച്ചത് കാര്യം കഴിഞ്ഞ ഉടനെ അപ്രത്യക്ഷമാണ്. അവളുടെ ശരീരം വിൽക്കാനല്ല അവിടെ നിന്നത്. അവിടെ ഒരു കാര്യം നടത്താൻ വേണ്ടി അത് ആവശ്യമായിരുന്നു എന്ന് മാത്രമാണ്. ടെക്നിക്കലായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു, നന്മയ്ക്ക് വേണ്ടിയുള്ള ആവശ്യം. അപ്പം ശിവനെ വശീകരിച്ച് ശിവൻ അത് കാണാൻ ആഗ്രഹിച്ചതുകൊണ്ട് ശിവൻ വശീകരിക്കപ്പെട്ടു. കഥയിൽ അത് പോകുന്നുണ്ട്. ശിവന്റെ രേതസ് വീണെടുത്ത് മുഴുവൻ വെള്ളി കുന്നുകളും സ്വർണ്ണ കുന്നുകളും ഉണ്ടായി എന്നൊക്കെ പറയുന്നു, രത്നഖനികൾ ഉണ്ടായി എന്നൊക്കെ പറയുന്നു. പക്ഷെ ശിവന്റെ രേതസ് വീണ് ശിവൻ മോഹിനിയുടെ കൂടെ പോയി എന്ന് പറയുമ്പോൾ അവിടെയും വിഷ്ണുവിന്റെ ചൈതന്യം ശിവൻ എന്ന് പറയുന്ന ചൈതന്യത്തെ പൂർണ്ണ സ്വരൂപനാക്കുന്നു, പൂർണ്ണ പുരുഷനാക്കി മാറ്റുന്നു എന്ന് വ്യാഖ്യാനിച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ശിവൻ പിന്നീട് സതിയോട് പറയുന്നത്, ഞാൻ 1000 കൊല്ലത്തോളം ധ്യാന സമാധിസ്ഥനായി ആരെ കാണാൻ ആഗ്രഹിച്ചോ ആ ഈശ്വരനാണ് ഈ മോഹിനി വേഷത്തിൽ എൻ്റെ മുന്നിൽ വന്ന വിഷ്ണു. അതൊരു തിരിച്ചറിവാണ്. താൻ ആരാധിക്കുന്ന ശിവൻ പോലും മറ്റൊരീശ്വരനെ അറിയാനും ഉൾക്കൊള്ളാനും ആഗ്രഹിക്കും. ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്താൻ, ഒരു മിനിറ്റ്. ഈ മോഹിനിയുടെ ഒരു കഥയുണ്ട്, ഹരിഹരസുതനായ അയ്യപ്പൻ്റെ കഥ. അത് ഭാഗവതത്തിലെ കഥയല്ല, പിന്നീട് ഉണ്ടായ ഒരു കഥയാണ്. മോഹിനിയിലുള്ള മോഹം കൊണ്ട് ശിവൻ മോഹിനിയെ പ്രാപിച്ച് ഒരു കുട്ടിയുണ്ടായതാണ് ഹരിഹരസുതനായ ഹരിഹരസുതനാനന്ദ ചിത്തനയ്യൻ അയ്യപ്പ സ്വാമി
എന്ന് നമുക്കൊരു കഥയുണ്ട്. ആ കഥയ്ക്ക് ഞാൻ ഒരു വ്യാഖ്യാനം കൂടി കൊടുത്തുകൊണ്ട് നിർത്താം. മോഹിനി എന്ന് പറയുന്നത് സ്ത്രീയായി അവതരിച്ച ഈശ്വരനാണ്. സ്ത്രീയായി ഈശ്വരൻ അവതരിക്കുമ്പോൾ അവതരിച്ച ഈശ്വരൻ സ്ത്രീയാണ് ആ സമയത്തേക്കെങ്കിലും. ആ സ്ത്രീയുടെ ജീവിതത്തിൻ്റെ പൂർണ്ണത അല്ലെങ്കിൽ സാഫല്യം എന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഈശ്വരൻ മോഹിനിയായി അവതരിച്ച് മോഹിനി നിലനിൽക്കുന്ന കാലം സ്ത്രീയായി നിലനിൽക്കുമ്പോൾ ആ സ്ത്രീയുടെ പൂർണ്ണത എന്ന് പറയുന്നത് അമ്മ എന്ന അവസ്ഥയാണെങ്കിൽ ആ അമ്മ എന്ന അവസ്ഥയിലേക്ക് ആ സ്ത്രീയെ ഉയർത്താൻ വിഷ്ണുവാണ് മോഹിനി എന്ന സ്ഥിതിക്ക് അതിനേക്കാൾ ഉയരത്തുള്ള ത്രിമൂർത്തികളിലെ ശിവന് മാത്രമേ അധികാരമുള്ളൂ. അതുകൊണ്ടായിരിക്കണം ശിവ വിഷ്ണു ചൈതന്യത്തിൻ്റെ ശിവ മോഹിനി സംയോഗത്തിൻ്റെ ഒരു കഥ വന്നതും മോഹിനി എന്ന സ്ത്രീയുടെ അമ്മ എന്ന ഉയർച്ചയും സാഫല്യവും സംഭവിച്ചതും. പിന്നീടുള്ള കഥകളൊക്കെ നിങ്ങൾക്കറിയാം. അസുരന്മാർക്ക് ഇത് കിട്ടുന്നില്ല. രാഹു ഒരിത്തിരി നുണഞ്ഞു. രാഹുവിൻ്റെ തലയറ്റെങ്കിൽ പോലും അമൃതസ്പർശം കൊണ്ട് തല ജീവിച്ചിരിക്കുന്നു. പിന്നീട് അസുരന്മാരെ തോൽപ്പിക്കാൻ ഇവർക്ക് ദേവന്മാർക്ക് സാധിക്കുന്നു. അത് കഥ. പക്ഷേ പാലാഴി മഥനം അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സിൻ്റെ സംസ്കരണമാണ്. മനസ്സിലെ തിന്മയെ കളഞ്ഞുകൊണ്ട്, സമൂഹത്തിൻ്റെ തിന്മയെ കളഞ്ഞുകൊണ്ട്, പ്രകൃതിയുടെ തിന്മയെ കളഞ്ഞുകൊണ്ട് ദേവൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുന്ന പരസ്പരം ഭാവയന്ത ശ്രേയപരം അവാപ്സ്യത എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സമൂഹത്തെയും പ്രകൃതിയെയും മാറ്റിക്കൊണ്ട് ഒരു സ്വച്ഛ ഭാരതം എന്നൊക്കെ പറയണ മാതിരി, ഒരു ക്ലീൻ ഗംഗ എന്നൊക്കെ പറയണ മാതിരി ഒരു ക്ലീനിങ് ആക്ഷൻ, ഒരു തിരുത്തൽ ശുദ്ധി, ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ആ ശുദ്ധീകരണ പ്രക്രിയയുടെ ഏറ്റവും ശുദ്ധമായ അവാച്യ അനുഭൂതിയാണ് സത്യ സൗന്ദര്യത്തെ കണ്ടെത്തുക. സത്യസൗന്ദര്യമേ അതുമാത്രമാണ് നമ്മളെ ജീവിതത്തിൽ വൃഷ്ടിയായി നിലനിൽക്കുന്നത്. ആ സൗന്ദര്യത്തെ കാണാനും ആസ്വദിക്കാനുമുള്ള ശക്തി ഈ നൈമിഷാരണ്യത്തിൻ്റെ തികവിലും നിറവിലും മികവിലും നമുക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പാലാഴി മഥനത്തിൻ്റെ അമൃതത്വത്തിലേക്ക്, ആര്യത്വത്തിലേക്ക്, അമരത്വത്തിലേക്ക്, നിത്യതയിലേക്ക്, സൗന്ദര്യ ദർശനത്തിലേക്ക്, സത്യ അനുഭവത്തിലേക്ക്, കാഴ്ചയുടെ വിസ്മയത്തിലേക്ക് കടന്നിരിക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൂർമാവതാരത്തിൻ്റെ കഥ, അജിതാവതാരത്തിൻ്റെ കഥ, ധന്വന്തരി മൂർത്തിയുടെ അവതാരത്തിൻ്റെ കഥ, ലക്ഷ്മിയുടെ അവതാരത്തിൻ്റെ കഥ, മോഹിനിയായി അവതരിച്ച ഒരുപാട് അവതാരങ്ങളായി ഒരുപാട് വ്യത്യസ്ത റോളുകളിൽ ഒരുപാട് വ്യത്യസ്ത കർമ്മങ്ങളും വ്യത്യസ്ത നിർദ്ദേശങ്ങളും വ്യത്യസ്ത പാഠങ്ങളും നൽകി ഒരേ സമൂഹത്തെ ഒരേ ഉയർച്ചയിലേക്ക് നയിച്ച ആ ഈശ്വരനിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കട്ടെ. അത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന, അതാണ് നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ നമുക്ക് ഈശ്വരൻ അനുഗ്രഹം തരട്ടെ. ദൈവാധീനം, ദൈവം നമ്മുടെ അധീനതയിലുണ്ടാകട്ടെ. അത് പൂർണ്ണതയാണ്. ആ ദൈവാധീനത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവാധീനത്തിനായി നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ആ ദൈവത്തിൻ്റെ മുന്നിലും ആ ദേവചൈതന്യം കുടികൊള്ളുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ മുന്നിലും സമർപ്പിക്കുന്നു. ഹിന്ദു ധർമ്മയ്ക്ക് ജയ്.